ദൈവനാമത്തിന് ഉണ്ടാകട്ടെ. പെർത്ത് ഇന്ത്യൻ ക്രിസ്ത്യൻ ബ്രദറിനും ശാലോം ഗോസ്പൽ മിനിസ്ട്രീസ് കണ്ണൂരും സംയുക്തമായി മാസത്തിന്റെ എല്ലാ അവസാനത്തെ ശനിയാഴ്ചകളിലും നടത്തിവരുന്ന സംഗീത ശുശ്രൂഷ ഇന്ന് എൻ ഇമ്മാനുവേലാം യേശു എന്ന പേരിൽ ഈ സൂം മാധ്യമത്തിലൂടെ നടക്കുവാൻ ഇടയായിത്തീരുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. അനേക വർഷങ്ങളായി ഈ നിലയിൽ വ്യത്യസ്ത ഗാനരചയിതാക്കളുടെ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള സംഗീത ശുശ്രൂഷകൾ നടത്തുവാൻ അടിയങ്ങൾക്ക് ദൈവം കൃപ നൽകുന്നു. ഇന്നും ഈ നിലയിൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നടക്കുവാനായിട്ട് ദൈവം കൃപ ചെയ്തതോർത്ത് എല്ലാ സ്തുതിയും സ്തോത്രവും കർത്താവിന്റെ പാദപീഠത്തിൽ സമർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ മീറ്റിംഗ് ആരംഭിക്കാം. ആദ്യോടന്തം യാതൊരു പ്രയാസവും കൂടാതെ ഈ മീറ്റിംഗ് അനുഗ്രഹമായി നടക്കുവാൻ സാങ്കേതിക തകരാറുകളോ മറ്റു ബുദ്ധിമുട്ടുകളോ ഒന്നും നേരിടാതെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഈ ശുശ്രൂഷ ആയിരിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഇവിടെ ഗാനങ്ങൾ ആലപിക്കുന്ന സഹോദരി സഹോദരന്മാർക്ക് ആവശ്യമായിരിക്കുന്ന ദൈവകൃപ ലഭിക്കുന്നതിന് വേണ്ടിയും ഇന്ന് അനുഭവസാക്ഷ്യം പങ്കുവെക്കുന്ന കർത്താവിന്റെ ദാസന് വേണ്ടിയും ദൈവവചന ശുശ്രൂഷ ചെയ്യുന്ന കർത്താവിന്റെ ദാസന് വേണ്ടിയും ഇത് ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിൽ ജോയിൻ ചെയ്യുവാനായിട്ട് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് യാതൊരു വിധമായ തടസ്സവും കൂടാതെ എല്ലാവർക്കും ജോയിൻ ചെയ്യുവാൻ ഇടയായിത്തീരുന്നതിന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ധാരാളമായി നമ്മെ സഹായിക്കട്ടെ. ഇപ്പോൾ മാവേലിക്കരയിലായിരിക്കുന്ന പ്രിയ തോമസ് രാജാൻ പ്രാർത്ഥിച്ച് നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം. പ്രിയ അച്ചായനെ അതിനായിട്ട് ക്ഷണിക്കുക. സ്വർഗീയ പിതാവേ, കരുണാസമ്പന്നനായ ദൈവമേ, നല്ല ഈ സമയത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് മാസത്തിന്റെ അവസാന ശനിയാഴ്ച ദിവസം ഇങ്ങനെ സംഗീത സദസ്സ് കൂടുവാൻ തക്കവണ്ണം അനുഗ്രഹിക്കപ്പെട്ട ദേവദാസന്മാരുടെ ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് ആ ശുശ്രൂഷ അനുഭവിപ്പാൻ തക്കവണ്ണം അവിടുത്തെ ദാസന്മാരെ അവിടുന്ന് ബലപ്പെടുത്തുന്നത് കൊണ്ട് സ്തോത്രം. ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന അങ്ങയുടെ ദാസന്മാർക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പെർത്തിൽ നിന്നുള്ള ക്രിസ്ത്യൻ അസംബ്ലിക്കായിട്ട് സ്തോത്രം. ചുമൽ കൊടുക്കുന്ന പ്രിയ ജോൺ ചെറിയാൻ സഹോദരനും കുടുംബത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അതുപോലെ കർത്താവ് കണ്ണൂരിലുള്ള ഗോസ്പൽ ടീമിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശാലയം ഗോസ്പൽ ടീമിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കണം. പ്രിയപ്പെട്ടവരുടെ ശുശ്രൂഷകളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണം. ഇന്ന് കർത്താവെ സാക്ഷ്യം പറയുന്ന ബ്രാഹ്മചാനായിട്ട് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. തൻ്റെ ദാസൻ എഴുതിയ ഗാനങ്ങൾ, തൻ്റെ സാക്ഷ്യം അത് ഞങ്ങൾക്ക് കേൾക്കുവാൻ അവിടെ സഹായിക്കുന്നുണ്ട്. സ്തോത്രം. ലീഡ് ചെയ്യുന്ന പ്രിയ ജോയ് സഹോദരനായിട്ട് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. പ്രിയ സഹോദരൻ കീരിക്കൽ പ്രിയ ശ്രീകുമാർ സഹോദരനായിട്ട് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവരുടെ കർത്താവെ ശുശ്രൂഷകളൊക്കെ അനുഗ്രഹിക്കപ്പെടുവാൻ തൻ്റെ ദാസിൽ കൂടി ഇന്ന് ആ മെസ്സേജ് കേൾക്കുക, ഗാനങ്ങൾ ആലപിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെ ഏറ്റവും കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിനും ആത്മീയമായി ഞങ്ങൾ ഉണരുവാനും അഭിവൃദ്ധിപ്പെടുവാനും ഇന്നത്തെ ശുശ്രൂഷകൾ മുഖാന്തരം സഹായിക്കണം. കടന്നു വന്ന ഞങ്ങളുടെ ജനത്തിനായ സ്തോത്രം. ആരെങ്കിലും ജോലി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരും തക്ക സമയത്ത് കടന്നു വന്ന് ഈ ശുശ്രൂഷയിൽ ഭാഗമാക്കുവാൻ കർത്താവ് സഹായിച്ചാട്ടെ. ആദ്യോടന്ന് ഞങ്ങളെ അവിടുന്ന് ഭരിക്കണമേ. പ്രാർത്ഥനകളുണ്ട്. സ്തോത്രം. ഞങ്ങളുടെ വരവിനായിട്ട് ഞങ്ങളെ ഒരുക്കണമേ. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന് സ്തോത്രം. എല്ലാ മീറ്റിങ്ങുകളിലും പറയുന്നതാണെങ്കിലും ഒരിക്കൽ കൂടി ആവർത്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പെർത്ത് ഇന്ത്യൻ ക്രിസ്ത്യൻ ബ്രദറൻ എന്നുള്ളത് ഓസ്ട്രേലിയയിലെ പെർത്തിൽ മലയാളികളായിരിക്കുന്ന ബ്രദറൻകാർ ഒരുമിച്ച് കൂടി വരുന്ന ഒരു കൂട്ടായ്മയാണ് പെർത്ത് ഇന്ത്യൻ ക്രിസ്ത്യൻ ബ്രദറൻ. അതിന് ചുമൽ കൊടുക്കുന്ന കർത്താവിന്റെ ദാസനാണ് പ്രിയ ജോൺ ചെറിയാൻ അങ്കിൾ. അദ്ദേഹമാണ്
ഈ മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തെയും കുടുംബത്തെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ഈ മീറ്റിംഗിലേക്ക് ഞാൻ പ്രിയപ്പെട്ടവരെ സ്വാഗതവും ചെയ്യുന്നു. അതുപോലെ തന്നെ ശാലോം ഗോസ്പൽ മിനിസ്ട്രീസ് എന്നുള്ളത് കണ്ണൂർ ജില്ലയിൽ നടക്കുന്ന ഒരു ടീം പ്രവർത്തനമാണ്. ശ്രീകണ്ഠാപുരം എന്ന സ്ഥലത്ത് സ്ഥലം സഭാ രൂപീകരണം ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. ഈ രണ്ട് പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് അപേക്ഷിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ അനേക ദൈവദാസന്മാരുടെ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള സംഗീത ശുശ്രൂഷകൾ നടത്തുവാൻ സ്വർഗത്തിലെ ദൈവം അടിയങ്ങൾക്ക് കൃപ നൽകി. നമുക്കറിയുന്ന അനേക ഗാനങ്ങൾ കഴിഞ്ഞ നാളുകളിൽ പാടുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. നാം ഉപയോഗിക്കുന്ന പാട്ടുപുസ്തകങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അനേക ദൈവദാസന്മാർ അവരുടെ ജീവിത അനുഭവത്തിൽ നിന്നും എഴുതിയിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ നമുക്ക് ആശ്വാസം നൽകുന്ന, നമുക്ക് ആനന്ദം നൽകുന്ന, നമ്മുടെ പ്രത്യാശയെ പുതുക്കുന്ന, നമുക്കെപ്പോഴും കർത്താവിനോട് കൂടുതൽ അടുത്ത് നിൽക്കുവാൻ ഉതകുന്ന അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ നമ്മുടെ പാഠപുസ്തകത്തിലുണ്ട്. എന്നാൽ അതുകൂടാതെ ഈ നാളുകളിൽ പുതിയ ഗാനങ്ങൾ എഴുതുവാൻ ദേവദാസന്മാരെ എടുത്തുപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് വളരെ സന്തോഷം നൽകുകയും കർത്താവിനെ സ്തുതിക്കുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ നാളുകളിലൊക്കെയും പുതിയ ഗാനങ്ങൾ എഴുതുന്ന കർത്തദാസന്മാരുടെ ഗാനങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ ആലപിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നും ആ നിലയിൽ പുതിയ ഗാനങ്ങളാണ് ആലപിക്കപ്പെടുന്നത്. പത്തനാപുരത്തുള്ള CM അബ്രഹാം എന്ന അങ്കിളിന്റെ ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ഗാനമാണ് എൻ ഇമ്മാനുവേലാം യേശു എന്ന പേരിൽ ഇന്ന് ഇവിടെ നടത്തപ്പെടുന്നത്. നമുക്കറിയാവുന്ന പാട്ടുകളുടെ ഈണത്തിൽ ചില പാട്ടുകൾ ഉണ്ട്. എന്നാൽ അതല്ലാതെ പുതിയ രീതിയിലും എഴുതപ്പെട്ടിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ഇന്ന് നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും. അദ്ദേഹം അനേക ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നും തിരഞ്ഞെടുത്തിട്ടുള്ള ഏതാനും ചില ഗാനങ്ങൾ മാത്രമാണ് ഇന്ന് ഇവിടെ ആലപിക്കപ്പെടുന്നത്. പ്രിയ കർത്തദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ നാളുകളിൽ വാർദ്ധക്യത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ കർത്താവ് കൊടുക്കുന്ന കൃപയ്ക്കനുസരിച്ചുകൊണ്ട് ഈ നാളുകളിലും പുതിയ പുതിയ ഗാനങ്ങൾ രചിക്കുവാൻ കർത്തദാസനെ എടുത്തുപയോഗിക്കുന്നു എന്നുള്ളത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വരും ദിവസങ്ങളിലും കർത്താവ് ധാരാളമായ കൃപ നൽകി നമുക്ക് ആശ്വാസം നൽകുന്ന അനേക ഗാനങ്ങൾ അദ്ദേഹത്തിലൂടെ ലഭിക്കുവാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രിയ അങ്കിളിനെ ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമുക്കിന്ന് ദൈവവചന സന്ദേശം നൽകി തരുവാനായിട്ട് കടന്നു വന്നിരിക്കുന്നത് പത്തനാപുരം കലഞ്ഞൂർ അസംബ്ലിയോട് ബന്ധപ്പെട്ട് കർത്താവിന്റെ വേലയിലായിരിക്കുന്ന കർത്തദാസൻ ശ്രീകുമാർ കീരിക്കൽ ദൈവദാസനാണ്. കഴിഞ്ഞ നാളുകളിലൊക്കെയും കർത്താവ് വളരെയധികം എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ ദാസൻ ഇന്ന് ദൈവവചന സന്ദേശം നൽകി തരുവാൻ ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും കർത്തദാസനെ ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതവും ചെയ്യുകയാണ്. ഇന്ന് നമുക്ക് വേണ്ടി മനോഹരമായിരിക്കുന്ന ഗാനങ്ങൾ ആലപിക്കുന്നത് മെൽബണിൽ നിന്നും ബ്രദർ സജീവ് മാത്യു, അതുപോലെ ബ്രദർ ജോൺ സ്തംബാൻ ന്യൂജേഴ്സി, ബ്രദർ ഷാലിൻ വർഗീസ് ന്യൂയോർക്ക്, ബ്രദർ ഷിബു ജോസ് ഉടുമൽപെറ്റ്, ബ്രദർ സിസ്റ്റർ അനീമ ജസ്റ്റിൻ അയർലൻഡ്, സിസ്റ്റർ ജോയല ബിജോയ് ബഹ്റിൻ, സിസ്റ്റർ ലിറ്റി ബെൻ ചെന്നൈ, സിസ്റ്റർ ജോയ്ന ബിജോയ് ബഹ്റിൻ, സിസ്റ്റർ റൂബിൾ ജോബി ചെന്നൈ എന്നീ പ്രിയപ്പെട്ടവരാണ്. കഴിഞ്ഞ നാളുകളിലൊക്കെയും ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിക്കുവാനായിട്ട് പ്രിയ സഹോദരി സഹോദരന്മാർക്കിടയായി തീർന്നിട്ടുണ്ട്. വീണ്ടും ഒരിക്കൽ കൂടി ഈ പ്ലാറ്റ്ഫോമിൽ അവർക്ക് ഈ പുതിയ ഗാനങ്ങൾ ആലപിക്കുവാൻ ഇടയായി തീർന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും പ്രിയപ്പെട്ടവരെ ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതവും ചെയ്യുന്നു. ഈ പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും എല്ലാവർക്കും ഞാൻ സ്വാഗതം അറിയിക്കുകയും ചെയ്യുകയാണ്. കഴിഞ്ഞ നാളുകളിലൊക്കെയും
ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ഈ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും എല്ലാവർക്കും പ്രാരംഭമായി നന്ദി അറിയിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കുന്ന പ്രിയ കർത്തദാസന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവർക്കും ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്നത് വളരെയധികം കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കർത്തദാസൻ, കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ ഏകദേശം 50 വർഷത്തിലധികമായി കർത്താവിന്റെ വേലയിലായിരിക്കുന്ന കർത്തദാസൻ, വേദ വചനാധ്യാപകൻ, പ്രഭാഷകൻ, ഗ്രന്ഥകാരൻ, ഗാനരചയിതാവ് എന്നീ നിലകളിൽ കർത്താവ് എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കർത്തദാസൻ KM ജോൺ അവർകളാണ്. എൻ്റെ പിതാവ് കൂടിയാണ് അദ്ദേഹം. കഴിഞ്ഞ നാളുകളിലൊക്കെയും ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുവാനായിട്ട് കർത്തദാസന് ഇടയായി തീർന്നിട്ടുണ്ട്. ഇന്നും ഈ പ്രോഗ്രാം ലീഡ് ചെയ്യുവാനായിട്ട് കർത്താവിന്റെ ദാസനെ ലഭിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നുള്ള മീറ്റിംഗ് ലീഡ് ചെയ്യുന്നതിന് വേണ്ടി പ്രിയ KM ജോൺ അവർകളെ ക്ഷണിച്ചുകൊള്ളുകയാണ്. കർത്താവിന്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ നല്ല സന്ധ്യാസമയത്തിനായി നമുക്ക് നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. ഓസ്ട്രേലിയയിലെ പെർത്ത് ഇന്ത്യൻ ക്രിസ്ത്യൻ ബ്രദറൻ കൂട്ടായ്മയും കണ്ണൂർ ജില്ലയിലെ ശാലോം ഗോസ്ബൽ മിനിസ്ട്രീസും ചേർന്ന് ഒരുക്കിയിരിക്കുന്ന ഈ സന്ധ്യാസമയത്തുള്ള ഗാന സദ്യയിൽ നമുക്കും ഈ നിലയിൽ പങ്കുകാരായി തീരുവാൻ ഇടയായതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എന്നിമ്മാനുവേലെ യേശു എന്ന സംഗീത സദസ്സിൽ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ നമുക്ക് ഈ സന്ധ്യാസമയത്ത് ശ്രദ്ധിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പത്തനാപുരം കലഞ്ഞൂർ ബ്രദറൻ സഭാംഗവും വിവിധ രാജ്യങ്ങളിൽ വ്യത്യസ്തമായ ജോലികളോട് ബന്ധപ്പെട്ട് ഇരുന്ന് അതിൽ നിന്ന് വിരമിച്ച് പത്തനാപുരത്ത് സ്വന്തം വീട്ടിൽ വിശ്രമിക്കുകയും ചെയ്യുന്ന ചാരുവിളയിൽ മത്തായി മകൻ സഹോദരൻ അബ്രഹാം രചിച്ച ഗാനങ്ങളാണ് നമ്മൾ ഈ സന്ധ്യാസമയത്ത് കേൾക്കുവാനായിട്ട് പോകുന്നത്. അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർ, ദൈവദാസിമാർ ഇന്ന് ഗാനങ്ങൾ ആലപിക്കുന്നതാണല്ലോ. ആ ഗാനങ്ങൾ കേട്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, അങ്ങനെ ദൈവനാമം എല്ലാ നിലകളിലും മഹത്വപ്പെടുവാൻ ഇടയായി തീരണം. അതിന് പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവദാസന്മാർക്ക് പാടാൻ ആവശ്യമായ കൃപ വലിയവനായ കർത്താവ് നൽകുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആദ്യമായി നാം കേൾക്കുവാൻ പോകുന്ന ഗാനം യേശുനാമം എത്ര ശ്രേഷ്ഠം എന്നുള്ള മനോഹരമായ ഒരു ഗാനമാണ്. ആ ഗാനം ഇപ്പോൾ കർത്താവിന്റെ ദാസൻ സജീവ് മാത്യു മെൽബണിൽ നിന്ന് നമുക്ക് വേണ്ടി ആലപിക്കുന്നതായിരിക്കും. പ്രിയ അവറാച്ചായൻ, അതായത് ബ്രദർ CM അബ്രഹാം, അദ്ദേഹം ഈ ലോകത്തിലെ നാശവും ഘോരവുമായ എല്ലാ വിപത്തിൽ നിന്നും താൻ കരത്തിൽ കാത്ത് പിന്നത്തേതിൽ തന്റെ മഹത്വത്തിലേക്ക് ചേർക്കുന്ന കർത്താവിന്റെ വീട്ടിൽ യുഗായുഗം പാർത്ത് ആ ധന്യനാമത്തെ ഞാൻ പുകഴ്ത്തും എന്ന മനോഹരമായ, പ്രത്യാശ നിർഭരമായ, സന്തോഷ നിർഭരമായ ഒരു ഗാനമാണ് യേശുനാമം എത്ര ശ്രേഷ്ഠം എന്നുള്ളത്. ആ ഗാനം ഇപ്പോൾ നമുക്ക് കേൾക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതിനെ പ്രിയ സഹോദരൻ സജി മാത്യുവിനെ ക്ഷണിക്കുന്നു. എത്ര ശ്രേഷ്ഠമേ, മൂലകിലും അതിശ്രേഷ്ഠമേ.
നമുക്കേകമാം രക്ഷാമാർഗമായി വന്നതവൻ മാത്രമായി. പാപം ക്ഷമിക്കും, ശുദ്ധീകരിക്കും, മാറിൽ ചേർത്തണയ്ക്കും. ഏതു പാപിക്കുമുണ്ടിഹത്തിൽ പാപക്ഷമയി ക്രിസ്തുനാമത്തിൽ. ഏതു പാപിക്കുമുണ്ടിഹത്തിൽ പാപക്ഷമയി ക്രിസ്തുനാമത്തിൽ. യേശുനാമം, യേശുനാമം എത്ര ശ്രേഷ്ഠമേ, മൂലകിലും അതിശ്രേഷ്ഠമേ. ക്രൂശിൽ നരർക്കായി ചിന്തി തന്നിടം തീർത്തൻ പാപബന്ധനം. തൻ സന്നിധാനം ചേർന്നു വന്ദനം ചെയ്യും ഞാൻ അന്യൂനം. ഇതു നേരത്തുമേ തൻ ജനം പുകഴ്ത്തിടുമീ നാമത്തെ നൂനം. ഇതു നേരത്തുമേ തൻ ജനം പുകഴ്ത്തിടുമീ നാമത്തെ നൂനം. യേശുനാമം, യേശുനാമം എത്ര ശ്രേഷ്ഠമേ, മൂലകിലും അതിശ്രേഷ്ഠമേ. നാശലോകത്തിൽ ഘോര വിപത്തിൽ കാത്തിടും തൻ കരത്തിൽ. തന്മഹത്വത്തിൽ ചേർക്കുമന്ത്യത്തിൽ എന്നെ തൻ ഗേഹത്തിൽ. യുഗായുഗങ്ങളായി പരത്തിൽ പുകൾ കൊണ്ടിടും ഞാനീ നാമത്തിൽ. യുഗായുഗങ്ങളായി പരത്തിൽ പുകൾ കൊണ്ടിടും ഞാനീ നാമത്തിൽ. യേശുനാമം, യേശുനാമം എത്ര ശ്രേഷ്ഠമേ, മൂലകിലും അതിശ്രേഷ്ഠമേ. എത്ര ശ്രേഷ്ഠമേ, മൂലകിലും അതിശ്രേഷ്ഠമേ. താങ്ക് യു വെരി മച്ച് സജീവ് മാത്യു. അനുഗ്രഹീതമായ ഒരു ഗായകനാണ് പ്രിയ സഹോദരൻ. കഴിഞ്ഞ നാളുകൾ ധാരാളം ഗാനങ്ങൾ ആലപിക്കുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും നമുക്ക് ആശ്വാസം ലഭിക്കുവാനും ഇടയായി തീർന്നിട്ടുണ്ടല്ലോ. തുടർന്നും കർത്താവ് ധാരാളമായി സഹായിക്കട്ടെ. അനേക ഗാനങ്ങൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, ദൈവജനത്തിനത് ആശ്വാസമായി തീരുവാൻ ഇടയാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ധാരാളമായ കൃപ പ്രിയ സഹോദരൻ നൽകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അടുത്തതായിട്ട് നാം കേൾക്കുവാൻ പോകുന്ന ഒരു ഗാനം വാഴ്ത്തുമെന്റെ യേശുവിനെ എന്ന ഗാനമാണ്. സാത്താന്യ സൈന്യം ചുറ്റി വളയുമ്പോഴും മിത്രങ്ങൾ ആരും കൂടെ ഇല്ലാതെ വരുമ്പോഴും ഉറ്റ സഖിയായി യേശു കർത്താവ് ചുറ്റിലും കാവലായി ഉണ്ടായിരിക്കും എന്ന ധൈര്യവും ഉറപ്പും ഈ ഗാനത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ആ ഉറപ്പിനെ കുറിച്ച് കർത്താവിന്റെ ദാസൻ പാടുകയായിരുന്നു. ആ പാട്ട് നമുക്കും ചേർന്ന് പാടാം. നമുക്ക് വേണ്ടി ഇപ്പോൾ ജോന ബിജോയ് ബഹറിൻ ആ ഗാനം ആലപിക്കുന്നതായിരിക്കും. പ്രിയ ജോന ബിജോയിയെ ക്ഷണിക്കുന്നു. Praise the Lord.
വാഴ്ത്തിടുമെന്നേശുവിനെ കീർത്തിക്കും തന്റെ വന്യനാമം. വാഴ്ത്തിടുമെന്നേശുവിനെ കീർത്തിക്കും തന്റെ വന്യനാമം. പാപിയാമെന്നെ സ്നേഹിച്ചവൻ ചാവിൻ വിഷത്തെ നീക്കിയവൻ. പാപിയാമെന്നെ സ്നേഹിച്ചവൻ ചാവിൻ വിഷത്തെ നീക്കിയവൻ. ക്രൂശിൽ തൻ ജീവൻ തന്നവനാം യേശുവേ എന്നും വാഴ്ത്തിടും ഞാൻ. ക്രൂശിൽ തൻ ജീവൻ തന്നവനാം യേശുവേ എന്നും വാഴ്ത്തിടും ഞാൻ. വാഴ്ത്തിടുമെന്റെ യേശുവിനെ കീർത്തിക്കും തന്റെ വന്യനാമം. ലോകത്തിൻ മോഹം വിട്ടൊഴിഞ്ഞ് സ്വർഗതാതന്റെ വീട്ടിലെത്താൻ. ലോകത്തിൻ മോഹം വിട്ടൊഴിഞ്ഞ് സ്വർഗതാതന്റെ വീട്ടിലെത്താൻ. ജീവനാഥന്റെ കാൽച്ചുവട് ജീവകാലം ഞാൻ ഓടിയിടുമേ. ജീവനാഥന്റെ കാൽച്ചുവട് ജീവകാലം ഞാൻ ഓടിയിടുമേ. വാഴ്ത്തിടുമെന്റെ യേശുവിനെ കീർത്തിക്കും തന്റെ വന്യനാമം. ഭാരങ്ങളേറി വീണിടുമ്പോൾ ഭാരം തളർന്നു ക്ഷീണിക്കുമ്പോൾ. ഭാരങ്ങളേറി വീണിടുമ്പോൾ ഭാരം തളർന്നു ക്ഷീണിക്കുമ്പോൾ. പാരിതിലെന്റെ യാത്ര ഇത് ചാരിടുവാനൻ പ്രിയനുണ്ട്. പാരിതിലെന്റെ യാത്ര ഇത് ചാരിടുവാനൻ പ്രിയനുണ്ട്. വാഴ്ത്തിടുമെൻ
വാഴ്ത്തിയിടുമെന്റെ യേശുവിനെ, കീർത്തിക്കും തന്റെ വന്യനാമം. താങ്ക് യു വെരി മച്ച് മോൾ. നന്നായി ഈ ഗാനം ആലപിക്കുവാൻ പ്രിയ മോൾക്ക് വലിയവനായ കർത്താവ് കൃപ നൽകി. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ ഗാനം ആലപിച്ച ജോന ബിജോയ് മോൾ, ഈ ഗാനങ്ങൾ എഴുതിയ CM അബ്രഹാം കർത്തദാസന്റെ അനുജൻ ഡൽഹി താമസിക്കുന്ന M ജോർജിന്റെ കൊച്ചുമകളാണ്, മകളുടെ മകളാണ്. മോൾ ഇപ്പോൾ +2 2ാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളുടെ ഭാവി ഏറ്റവും അനുഗ്രഹമാകുന്നതിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. മോൾ എന്റെയും കൊച്ചുമകളാണ്. എൻ്റെ മകൻ ബിജോയുടെ മൂത്ത മകളാണ്. അവളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവ് നൽകിയിരിക്കുന്ന കൽപ്പനകൾ ദിനംതോറും ഓർക്കുകയും മാറ്റമില്ലാത്ത വാഗ്ദത്തങ്ങളിൽ ആശ്രയിക്കുകയും ചെയ്യുമെന്നും, അവൻ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കണ്ണിനെ കണ്ണീരിൽ നിന്നും എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും വിടുവിക്കുന്നവൻ എൻ്റെ മിത്രമാണെന്നും അദ്ദേഹം ഉറച്ച് അനുഭവത്തിൽ നിന്ന് പാടുന്ന ഒരു ഗാനമാണ് അടുത്തതായിട്ട് നാം കേൾക്കുവാനായിട്ട് പോകുന്നത്. കർത്താവ് എൻ്റെ മിത്രമാണെന്നും. ആ ഗാനം നമുക്കായി പ്രിയ സഹോദരൻ ജോൺസ് തമ്പാൻ ന്യൂ ജേഴ്സിയിൽ നിന്നും പാടുന്നു. പ്രിയ സഹോദരനെ ഗാനം ആലപിക്കുവാനായി ക്ഷണിച്ചുകൊള്ളുന്നു. അവന്റെ മിത്രമാണെന്നാളും അവൻ കാത്തിടുന്നു ദിനം തോറും മണ്ണിൽ. തന്റെ കൽപ്പനകളെന്നുമെന്റെ മോദം, അതിൽ മാറ്റമില്ല വാഗ്ദത്തങ്ങൾ ഉണ്ട്. കർത്താവന്റെ മിത്രമാണെന്നാളും അവൻ കാത്തിടുന്നു ദിനം തോറും മണ്ണിൽ. തൻ്റെ എന്നുമെൻ്റെ മോദം, അതിൽ മാറ്റമില്ല വാഗ്ദത്തങ്ങൾ ഉണ്ട്. വിൺവാസം വിട്ടവൻ വന്നു, തൻ ജീവനെനിക്കായി തന്നു. വിൺവാസം വിട്ടവൻ വന്നു, തൻ ജീവനെനിക്കായി തന്നു. വാഴ്ത്തുക നീ എൻ മനമേ, വാഴ്ത്തുക നീ എൻ മനമേ, വിനാഥനെ എന്നാളുമേ. കർത്താവന്റെ മിത്രമാണെന്നാളും അവൻ കാത്തിടുന്നു ദിനം തോറും മണ്ണിൽ. തന്റെ കൽപ്പനകളെന്നുമെന്റെ മോദം, അതിൽ മാറ്റമില്ല വാഗ്ദത്തങ്ങൾ ഉണ്ട്. കർത്താവൻ
സങ്കടം കണ്ടു, അവനന്റെ യാചന കേട്ടു. കർത്താവൻ സങ്കടം കണ്ടു, അവനന്റെ യാചന കേട്ടു. ഉത്തരം തന്നൻ ചാരത്തുണ്ട്, ഉത്തരം തന്നൻ ചാരത്തുണ്ട്. ഇത്തഴയിലൊരു മുട്ടില്ലതാൽ കർത്താവന്റെ മിത്രമാണെന്നാളും അവൻ കാത്തിടുന്നു ദിനം തോറും മണ്ണിൽ. തന്റെ കൽപ്പനകളെന്നുമെന്റെ മോദം, അതിൽ മാറ്റമില്ല, വാഗ്ദത്തങ്ങൾ ഉണ്ട്. അവനോ വളരേണമെന്നിൽ, ഞാനോ കുറയേണം മണ്ണിൽ. അവനോ വളരേണമെന്നിൽ, ഞാനോ കുറയേണം മണ്ണിൽ. തനിക്കായി മിന്നി ശോഭിക്കണം, തനിക്കായി മിന്നി ശോഭിക്കണം. തന്നീലായി ഞാൻ ലയിച്ചിടണം, കർത്താവന്റെ മിത്രമാണെന്നാളും അവൻ കാത്തിടുന്നു ദിനം തോറും മണ്ണിൽ. തന്റെ കൽപ്പനകളെന്നുമെന്റെ മോദം, അതിൽ മാറ്റമില്ല, വാഗ്ദത്തങ്ങൾ ഉണ്ട്. നന്മയും കരുണയുമെന്നേ ഉണ്മയായി പിന്തുടർന്നിടും. നന്മയും കരുണയുമെന്നേ ഉണ്മയായി പിന്തുടർന്നിടും. ഞാനൻ കർത്താവിനാലയത്തിൽ, ഞാനൻ കർത്താവിനാലയത്തിൽ ദീർഘകാലം വാസം ചെയ്യും. കർത്താവന്റെ മിത്രമാണെന്നാളും അവൻ കാത്തിടുന്നു ദിനം തോറും മണ്ണിൽ. തന്റെ കൽപ്പനകളെന്നുമെന്റെ മോദം, അതിൽ മാറ്റമില്ല, വാഗ്ദത്തങ്ങൾ ഉണ്ട്. കർത്താവന്റെ മിത്രമാണെന്നാളും അവൻ കാത്തിടുന്നു ദിനം തോറും മണ്ണിൽ. തന്റെ കൽപ്പനകളെന്നുമെന്റെ മോദം, അതിൽ മാറ്റമില്ല, വാഗ്ദത്തങ്ങൾ ഉണ്ട്. കർത്താവന്റെ മിത്രമാണെന്നാളും. താങ്ക് യു വെരി മച്ച് ബ്രദർ. മനോഹരമായിരിക്കുന്ന ഗാനം ആലപിക്കുവാൻ കർത്താവ് കൃപ നൽകി. ദൈവത്തിന് സ്തോത്രം. ധാരാളം ഗാനങ്ങൾ, പ്രത്യേകാൽ നല്ല ക്ലാസിക് ഗാനങ്ങൾ പാടിയിട്ടുള്ള ദൈവദാസനാണ്. തുടർന്നും അനേക ഗാനങ്ങൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവജനത്തിന് വളരെ പ്രയോജനവും ആശ്വാസവുമായി തീരുവാനും ഇടയാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
പ്രിയ സഹോദരനോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇനി നാം കർത്താവിന്റെ ദാസൻ CM എബ്രഹാമിന്റെ ചെറിയ ഒരു സാക്ഷ്യം, ലഘുസാക്ഷ്യം കേൾക്കുവാനായിട്ട് പോവുകയാണ്. അദ്ദേഹം ഈ ഗാനങ്ങൾ എഴുതുവാനിടയായ സാഹചര്യവും ഒക്കെ വിവരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് പ്രാർത്ഥനയോടെ ഇരിക്കാം. കർത്താവിന്റെ ദാസൻ CM എബ്രഹാം അദ്ദേഹം അല്പം ചില മിനിറ്റുകൾ തന്റെ അനുഭവ സാക്ഷ്യം വിവരിക്കുന്നതായിരിക്കും. തന്നെ ക്ഷണിച്ചുകൊള്ളുന്നു. കർത്താവ് യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നാമം മുഖത്തുകൊള്ളുമാറാകട്ടെ. ഈ സമയത്ത് എന്റെ ഗാനങ്ങൾ ആലപിക്കുവാൻ ദാസന്മാരെ ഒരുക്കിയതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നല്ല ഗാനങ്ങൾ കേൾക്കുവാനിടയായി. അതുപോലെ AM ജോണും മകനും ചേർന്ന് ഒരുക്കിയ ഈ അന്തിമത്തെ ദൈവനാമത്തിനായി ഉപയോഗിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ജോലിയോടുള്ള ബന്ധത്തിൽ ബോംബെയിലും ഗൾഫിന്റെ പല ഭാഗങ്ങളിലായിട്ട് ആയിരുന്ന സമയത്ത് എനിക്ക് ഗാനങ്ങൾ എഴുതണമെന്നൊരു ആഗ്രഹമുണ്ടായി. അതിനായിട്ട് ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിച്ചു. അതിലെ ഫലമായിട്ട് കർത്താവ് എനിക്ക് ഗാനങ്ങൾ എഴുതുവാൻ കൃപ നൽകി തന്നു. 30ഓളം പാട്ടുകൾ എഴുതുവാൻ ദൈവം സഹായിച്ചു. അത് അന്ന് ഓരോന്ന് എഴുതണമെന്ന് ആഗ്രഹിക്കുമ്പോൾ എല്ലാം ദൈവം ഇങ്ങനെ ആ വരികളൊക്കെ ദൈവം എന്റെ ഹൃദയത്തിൽ തോന്നിച്ചു തരുന്നതാണ്. ഞാൻ പലപ്പോഴും പാടി കഴിഞ്ഞിട്ട് അത് ചിന്തിക്കും, ഇതെങ്ങനെ എനിക്ക് കിട്ടിയെന്നുള്ളത് ഞാൻ അതിശയിച്ചു പോയിട്ടുണ്ട്. ഓരോ പ്രാസം ഒപ്പിച്ചൊക്കെ പാടുവാൻ ദൈവം കൃപ തന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ സഹധർമ്മിണി എന്നെ വിട്ടു പോയിട്ട് പോകും 1 വർഷമായി. ഞാനിപ്പോൾ തനിച്ച് താമസിക്കുന്നു. എനിക്ക് ഇപ്പോൾ പാട്ട് എഴുതണമെന്ന് വിചാരിച്ചാൽ നടക്കുന്നില്ല. ദൈവകൃപ വിട്ടുപോയി. ബുദ്ധി കൊണ്ടും അറിവുകൊണ്ടും ഒന്നും പാട്ട് എഴുതാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ കൃപ വേണം. എന്റെ മാനസികമായിട്ടുള്ള പ്രയാസം കൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പോഴും എഴുതാൻ സാധിക്കുന്നില്ല. നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇനി ഈ ആദ്യം പാടിയ പാട്ട് ചിരയൻ സാറിന് ചിരയൻ സാർ എഴുതിയ കാണാമിനി എന്നുള്ള ട്യൂണിലാണ് എഴുതിയത്. ഞാൻ ചിരയൻ സാറിന് ആ പാട്ട് ഞാൻ എഴുതിയ പാട്ട് അയച്ചു കൊടുത്തിട്ട് ചിരയൻ സാർ എനിക്ക് നല്ലൊരു അപ്രിസിയേഷൻ ലെറ്ററാണ് എനിക്ക് തന്നത്. വളരെ നന്നായിരിക്കുന്നു, ഇതുള്ള പാട്ടുകൾ ഇനി എഴുതണം എന്നും പറഞ്ഞ് എനിക്ക് നല്ലൊരു എഴുത്ത് എഴുതി എനിക്ക് എന്നെ ആശ്വസിപ്പിച്ചു. അങ്ങനെ ദൈവത്തിന്റെ കൃപയാല് ഗാനങ്ങളും എഴുതുവാൻ എനിക്ക് കൃപ തന്നു. അതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ജോണിനും ജോണിനും ഈ സംരംഭത്തില് അവരെ എടുത്ത് ഉപയോഗിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയിലൂടെ ഞാൻ എന്റെ സാക്ഷ്യം സമാപിക്കുന്നു. പിന്നെ പാടിയ മൂന്ന് പേരെയും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അവളുടെ ഗാനം വളരെ നന്നായിരുന്നു. പ്രത്യേകിച്ച് മോളുടെ പാട്ട് വളരെ നന്നായിരുന്നു. അവളെ ഞാൻ ദൈവസന്നിധിയിൽ എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല ഗാനങ്ങൾ പാടുവാൻ മോളെ ഉപയോഗിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. പിന്നെ പറയത്തക്കതായിട്ടൊന്നുമില്ല. നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് സാക്ഷ്യം നിർവഹിക്കുന്നു. താങ്ക് യു അച്ചായ. കർത്താവ് ധാരാളമായി സഹായിക്കട്ടെ. കർത്താവിന്റെ ദാസൻ ഈ പ്രായാധിക്യത്തിൽ ഏകനായി തന്റെ ഭവനത്തിൽ വിശ്രമിക്കുന്നു. തന്റെ സഹധർമ്മിണി കർത്തൃസന്നിധിയിലാണ്. മക്കൾ 2 പേരും സ്റ്റേറ്റ്സിൽ ജോലിയോടുള്ള ബന്ധത്തിൽ കഴിയുന്നു. കർത്താവ് വരുന്ന ദിവസങ്ങളിൽ നിന്ന് കർത്താവിന്റെ ദാസനെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് ധാരാളമായി സഹായിക്കട്ടെ. നാറ്റം വമിച്ച് കിടന്നിരുന്ന എന്റെ ജീവിതം ധന്യമാക്കി തീർത്തവൻ, ജീർണതയുള്ള ഈ ശരീരത്തെ പുതുക്കി പുത്തൻ ശരീരം തരുവാൻ വരുന്നവനായ കർത്താവിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു എന്ന് ഭക്തകവി പാടുന്നതാണ് അടുത്ത ഗാനം. ഇന്നത്തെ ഗാനസദസ്സിന്റെ നാമധേയമായ എനിക്ക് ഇമ്മാനുവേലാം യേശു എന്ന ഗാനം നമുക്ക് വേണ്ടി പ്രിയ സഹോദരൻ ഷാലിൻ വർഗീസ് ന്യൂയോർക്കിൽ നിന്നും
ആലപിക്കുന്നു. പ്രിയ സഹോദരനെ ഈ ഗാന ആലപനത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയ സഹോദരൻ ഷാലിൻ വർഗീസ്. Praise the Lord. എന്നിമ്മാനുവേലനാമേശു മഹാരാജൻ എന്നെ സ്നേഹിച്ചതെന്താശ്ചര്യമേ. എന്നിമ്മാനുവേലനാമേശു മഹാരാജൻ എന്നെ സ്നേഹിച്ചതെന്താശ്ചര്യമേ. ചേറ്റിൽ താണു പോയോരെന്റെ പാദങ്ങളേറ്റിയ രക്ഷാകരൻ. പാപമതാം ചേറ്റിൽ താണു പോയോരെന്റെ പാദങ്ങളേറ്റിയ രക്ഷാകരൻ. പാതാള ശക്തിയെ ക്രൂശിൽ വെന്നു ജയപേരി മുഴക്കിയ പരാപരൻ. പാതാള ശക്തിയെ ക്രൂശിൽ വെന്നു ജയപേരി മുഴക്കിയ പരാപരൻ. എന്നിമ്മാനുവേലനാമേശു മഹാരാജൻ എന്നെ സ്നേഹിച്ചതെന്താശ്ചര്യമേ. ഏറ്റവും ജീർണമായുള്ളോരൻ ദേഹത്തെ മുറ്റും പുതുക്കിടും ജീവനാഥൻ. ഏറ്റവും ജീർണമായുള്ളോരൻ ദേഹത്തെ മുറ്റും പുതുക്കിടും ജീവനാഥൻ. നാറ്റം പിടിച്ചോരൻ ജീവിതം ധന്യമായി മാറ്റം വരുത്തിയ കർത്താവൻ. നാറ്റം പിടിച്ചോരൻ ജീവിതം ധന്യമായി മാറ്റം വരുത്തിയ കർത്താവൻ. എന്നിമ്മാനുവേലനാമേശു മഹാരാജൻ എന്നെ സ്നേഹിച്ചതെന്താശ്ചര്യമേ. നിത്യതയിൽ ചെന്നെത്തിയിടും നാളിനായി കാത്തിടും നീതരെ നിത്യവും ഞാൻ. നിത്യതയിൽ ചെന്നെത്തിയിടും നാളിനായി കാത്തിടും നീതരെ നിത്യവും ഞാൻ. കർത്താവിനൻപു നിറഞ്ഞോരാ പൊന്മുഖം മുത്തിടുന്നു ഞാൻ അത്യാദരം. കർത്താവിനൻപു നിറഞ്ഞോരാ പൊന്മുഖം മുത്തിടുന്നു ഞാൻ അത്യാദരം. എന്നിമ്മാനുവേലനാമേശു മഹാരാജൻ എന്നെ സ്നേഹിച്ചതെന്താശ്ചര്യമേ. എന്നിമ്മാനുവേലനാമേശു മഹാരാജൻ
എന്നെ സ്നേഹിച്ചതെന്താശ്ചര്യമേ. താങ്ക് യു വെരി മച്ച് ബ്രദർ. വളരെ നന്നായി ആ ഗാനം ആലപിച്ചു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. നിരവധി ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ള പ്രിയ സഹോദരൻ വരുന്ന നാളുകളിലും ധാരാളം ഗാനങ്ങൾ ആലപിക്കുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഇടയായിത്തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം സഹായിക്കട്ടെ. കർത്താവിന്റെ ദാസനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അടുത്ത ഗാനം കർത്താവിന്റെ ദാസൻ ഷിബു ജോസ് ഉടുമൽപേട്ടയിൽ നിന്നാണ് നമുക്ക് വേണ്ടി ആലപിക്കുന്നത്. പാപികളായ മനുഷ്യവർഗത്തിന് വേണ്ടി കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞ നമ്മുടെ കർത്താവിനെ നമുക്ക് നമ്മുടെ മുമ്പിൽ വരച്ച് കാണിക്കുന്ന ഒരു ഗാനമാണ് നാം ഇനിയും കേൾക്കുവാനായിട്ട് പോകുന്നത്. ഇതിന്റെ ഓരോ വരികളുടെയും അവസാന ഭാഗം പ്രാസം, അത് എഴുത്തുകാരൻ പറയുന്നത്, പാട്ടുകാരൻ പറയുന്നത് യാദൃച്ഛികമായി വന്നു ചേർന്നതാണ്, ഞാൻ മനഃപൂർവ്വമായി എഴുതി ചേർത്തതല്ല, ദൈവാത്മാവിന്റെ പ്രേരണയാൽ അങ്ങനെ സംഭവിച്ചു എന്നാണ്. അതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ എഴുതപ്പെട്ട ഈ ഗാനം വളരെ സന്തോഷത്തോടുകൂടെ നമുക്ക് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രിയ സഹോദരൻ ഷിബു ജോസിനെ ഈ ഗാനം ആലപിക്കുവാനായിട്ട് ക്ഷണിച്ചു കൊടുക്കുന്നു. പ്രാണനാഥ മരക്കുരിശിൽ മർത്യനെനിക്കായി മരിച്ചുവെന്നോ. മൽപ്രാണനാഥ മരക്കുരിശിൽ മർത്യനെനിക്കായി മരിച്ചുവെന്നോ. കലുഷതയൊന്നുമേ കാണുന്നില്ലെന്ന് ഉലകാധീപന്മാരും വിധി പറഞ്ഞൊന്നായി. കൊലമാരമൊരുക്കിയോ അങ്ങയ്ക്കായന്ന്, കൊലമാരമൊരുക്കിയോ അങ്ങയ്ക്കായന്ന്. വിലമതിച്ചില്ലവർ സൃഷ്ടാവിനെ അന്ന്, വിലമതിച്ചില്ലവർ സൃഷ്ടാവിനെ അന്ന്. മൽപ്രാണനാഥ മരക്കുരിശിൽ മർത്യനെനിക്കായി മരിച്ചുവെന്നോ. മൽപ്രാണനാഥ മരക്കുരിശിൽ മർത്യനെനിക്കായി മരിച്ചുവെന്നോ. ശിരസിലായി നാഥ മുൾമുടി ധരിച്ചു, ഇരുമ്പാണിയാൽ പദ പാണി തുളച്ചു. ഇരു കള്ളർ നടുവിലായി ക്രൂശിൽ തറച്ചു, ഇരു കള്ളർ നടുവിലാ ക്രൂശിൽ തറച്ചു. നരകൂല പാപമശേഷവും വഹിച്ചു, നരകൂല പാപമശേഷവും വഹിച്ചു. മൽപ്രാണനാഥ മരക്കുരിശിൽ മർത്യനെനിക്കായി മരിച്ചുവെന്നോ.
മൽപ്രാണനാഥമരക്കുരിശിൽ മർത്യനെനിക്കായി മരിച്ചുവെന്നോ. ദൈവമേ എന്നെയും കൈവിട്ടതെന്തെന്ന് കൈതവമാർന്നു മൊഴിഞ്ഞിടുന്നെന്നോ. ഭൂതലം കൂരിരുൾ മൂടിയിടുന്നെന്നോ. ഭൂതലം കൂരിരുൾ മൂടിയിടുന്നെന്നോ. താതനും തന്മുഖം മറച്ചിടുന്നെന്നു. താതനും തന്മുഖം മറച്ചിടുന്നെന്നു. മൽപ്രാണനാഥ മരക്കുരിശിൽ മത്യനെനിക്കായി മരിച്ചുവെന്നോ. മൽപ്രാണനാഥ മരക്കുരിശിൽ മത്യനെനിക്കായി മരിച്ചുവെന്നോ. എന്നോടെ പാപത്തിൻ ഘോരമാം ശിക്ഷയെ യേശുവേ അങ്ങെല്ലാം ഏൽക്കുന്ന കാഴ്ചയെ കാണുന്നു ഞാൻ തവ ക്രൂശിലെ താഴ്ചയെ. കാണുന്നു ഞാൻ തവ ക്രൂശിലെ താഴ്ചയെ. നിഷ്പ്രഭമാക്കിയേ ശത്രുവിൻ വാഴ്ചയെ. നിഷ്പ്രഭമാക്കിയേ ശത്രുവിൻ വാഴ്ചയെ. മൽപ്രാണനാഥ മരക്കുരിശിൽ മത്യനെനിക്കായി മരിച്ചുവെന്നോ. മൽപ്രാണനാഥ മരക്കുരിശിൽ മത്യനെനിക്കായി മരിച്ചുവെന്നോ. താങ്ക് യു വെരി മച്ച് ബ്രദർ. വളരെ മനോഹരമായ ഗാനം നല്ല രീതിയിൽ ആലപിക്കുവാൻ കർത്താവ് കൃപ നൽകി. ദൈവം ധാരാളമായി സഹായിക്കട്ടെ. അനേക ഗാനങ്ങൾ ആലപിക്കുന്ന പ്രിയ സഹോദരന് വരുന്ന ദിവസങ്ങളിലും ധാരാളമായി കർത്താവിന് വേണ്ടി പാടുവാൻ അവസരങ്ങളും സാധ്യതകളും വലിയ കൃപയും നൽകി സഹായിക്കുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. സഹോദരനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അടുത്തതായിട്ട് ബഹറിൽ നിന്ന് ജോയല്ല ബിജോയിയാണ് നമുക്ക് വേണ്ടി ഗാനം ആലപിക്കുന്നത്. യേശുവേ എൻ പ്രാണനാഥ എന്ന ഗാനം പൈതൽ ആരംഭിക്കുകയാണ്. ഈ ഭൂമിയാകുന്ന വനാന്തരത്തിൽ അങ്ങയുടെ രൂപഭംഗി മനതാരിൽ കണ്ട് എല്ലായ്പ്പോഴും ആനന്ദിക്കും എന്ന് ഭക്തകവി പാടുകയാണ്. ഈ സന്ധ്യാസമയത്ത് നമുക്കും അത് ഏറ്റുപാടാം. ആ ആനന്ദം പ്രദാനം ചെയ്ത പ്രാണനാഥന്റെ വരവിനായി ആർത്തിയോടെ കാത്തിരിക്കുന്ന ഭക്തകവിക്ക് ധാരാളമായ ആശ്വാസം നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മനോഹര ഗാനം നമുക്കായി ഇപ്പോൾ ജോയല്ല ബിജോയ് ബഹറിൽ നിന്നും ആലപിക്കുന്നു. പ്രിയ പൈതലിനെ ക്ഷണിച്ചുകൊള്ളുന്നു. യേശുവേ പ്രാണനാഥ എന്നു വന്നു കണ്ടിടും ഞാൻ. ആർത്തിയോടെ കാത്തിടുന്നിൻ ആത്മനാഥ എന്നു വരും. യേശുവേ പ്രാണനാഥ എന്നു വന്നു കണ്ടിടും ഞാൻ. ആർത്തിയോടെ കാത്തിടും നിൻ
പ്രതിഫലങ്ങൾ
എന്നു വരും. താങ്ക് യു വെരി മച്ച് മോൾ. നന്നായി ആ ഗാനം ആലപിക്കാൻ ഇടയായല്ലോ. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ധാരാളമായി സഹായിക്കട്ടെ. ജോയല്ല മോൾ രണ്ടാമത്തെ ഗാനം ആലപിച്ച ജോയന്ന മോളുടെ സിസ്റ്ററാണ്, എൻ്റെ കൊച്ചുമകളാണ്. മകന്റെ മകൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഈ ഗാനം രചിച്ച പ്രിയ കർത്താവിന്റെ ദാസന്റെ അനുജന്റെ കൊച്ചുമകളാണ്. ആ കുഞ്ഞുങ്ങൾ രണ്ടുപേരും കർത്താവിന്റെ മഹത്വത്തിനു വേണ്ടി വളർന്നു വരുവാൻ, ദൈവനാമ മഹത്വത്തിന് അവരുടെ ജീവിതം പ്രയോജനപ്പെടുവാൻ ഇടയാകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവര് കർത്താവിന്റെ കൃപയിൽ വളർന്നു വരുമാറാകട്ടെ. ദൈവമായ കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇനി നമുക്ക് ഒരു ഷോർട്ട് മെസ്സേജ് കേൾക്കുവാനായിട്ടുള്ള സമയമാണ്. പത്തനാപുരത്ത് പ്രിയ കർത്താവിന്റെ ദാസൻ CM എബ്രഹാം കൂടി വരുന്ന സ്ഥലം സഭയിലെ സുവിശേഷകനാണ് പ്രിയ സഹോദരൻ ശ്രീകുമാർ കരിക്കൽ. അദ്ദേഹം അനേക വർഷങ്ങളായി കർത്താവിന്റെ വേലയിൽ ജാഗരിക്കുന്നു. കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷയിൽ പത്തനാപുരത്ത് ആയിരിക്കുന്നു. അദ്ദേഹം അല്പം ചില നിമിഷങ്ങൾ നമ്മോട് വചനത്തിൽ നിന്ന് സംസാരിക്കും. കർത്താവിന്റെ ദാസനെ അതിനായി ക്ഷണിച്ചുകൊള്ളും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹീതമായ സന്ദർഭത്തിൽ ദൈവത്തിന്റെ വചനവുമായിട്ട് നിൽപ്പാൻ ദൈവം കൃപ നൽകിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സർവമഹത്വവും ദൈവത്തിന് അർപ്പിക്കുന്നു. ആസ്ട്രേലിയ പെർത്ത് ഇന്ത്യൻ ക്രിസ്ത്യൻ ബ്രദറിനും കണ്ണൂർ ശാലയും ഗോസ്ബൽ മിനിസ്ട്രിയും ചേർന്നൊരുക്കുന്ന ഈ ഗാന സന്ധ്യയിൽ അനുഗ്രഹീതമായ ഗാനങ്ങൾ കേൾക്കുവാൻ ഇടയായിത്തീർന്നു. ഞാൻ വളരെ സന്തോഷമുള്ളവനാണ്. കാരണം പ്രിയനായ എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരന്റെ സ്ഥാനത്ത് എൻ്റെ ഒരു പിതൃതുല്യനായിട്ട് സ്നേഹിക്കുന്ന ഒരു നല്ല ഒരു കർത്താവിന്റെ ദാസനാണ് പ്രിയ CM എബ്രഹാം. അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ കേൾക്കുവാൻ, ഇങ്ങനെ ശ്രുതിമധുരമായിട്ട് കേൾക്കുവാൻ ഇടയായിത്തീർന്നു എന്നുള്ളത് എത്രയോ നല്ല കാര്യമാണ്. കർത്താവിന്റെ നാമം ആ നിലയിലും മഹത്വപ്പെടുന്നല്ലോ എന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ അനുഗ്രഹീതമായ ഗാനങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് ആ ദൈവത്തിന്റെ ആ കൃപയെ ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രിയ അച്ചായൻ ധാരാളമായ കൃപ ദൈവം നൽകി, അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. സുവിശേഷത്തെ വളരെയധികം സ്നേഹിക്കുകയും സുവിശേഷ വേലയെ കരുതുകയും ചെയ്യുന്ന ഒരു കർത്താവിന്റെ ദാസനാണ്. ദൈവഭക്തിയോടും ഭയത്തോടും കൂടെ താൻ ജീവിതം കഴിക്കുന്നു. ഈ വാർദ്ധക്യകാലത്തും കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിതം നയിക്കുന്ന പ്രിയ CM എബ്രഹാം ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഈ ഗാനങ്ങൾ അടുത്ത കാലത്ത് അത് റെക്കോർഡ് ചെയ്ത് അത് കൂടുതലായിട്ട് ആ ഗാനങ്ങൾ അനേകർക്ക് പാടുവാനുള്ള അവസരം ഒരുക്കിയത് പ്രിയ ജോൺ ലീ ചാൾസ് ആണ്. ഈ മീറ്റിംഗിൽ അദ്ദേഹം പങ്കെടുക്കേണ്ടതായിരുന്നു. എന്നാൽ അദ്ദേഹം ഇന്ന് രാവിലെ എന്നെ വിളിച്ചു. അദ്ദേഹത്തിന് മറ്റൊരു ഒഴിയാൻ കഴിയാത്ത ഒരു പ്രോഗ്രാം ഉണ്ട്, അത് കഴിഞ്ഞ് വന്ന് ഇതിൽ അറ്റൻഡ് ചെയ്യുവാൻ കഴിയുകയില്ല എന്നുള്ളത് അദ്ദേഹവും എല്ലാ പ്രാർത്ഥനയും അറിയിച്ചിട്ടുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നാം കർത്താവിൽ സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മനോഹരമായ ഗാനങ്ങൾ, അനുഗ്രഹീതമായ ആത്മീക സത്യങ്ങൾ ഉൾക്കൊള്ളുന്ന അനുഗ്രഹീതമായ ഗാനങ്ങൾ പ്രിയ CM എബ്രഹാം തൂലികയിലൂടെ നമുക്ക് ലഭിച്ചു. അത് അനേകരുടെ ആ ഖണ്ഡങ്ങളിലൂടെ അനേകരുടെ നാവുകളിലൂടെ നാം അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ട് നാം ആസ്വദിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. കർത്താവിന് അനേക സ്തോത്രങ്ങൾ അർപ്പിക്കുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് ദൈവവചനത്തിലേക്ക് കടക്കാം. ഇന്ന് മത്തായി സുവിശേഷം അതിന്റെ 26-ാം അധ്യായത്തിലെ 36 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അത് ഗെത്സമന തോട്ടത്തിലെ കർത്താവിന്റെ പ്രാർത്ഥനയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അനേക പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ള ഒരു ഭാഗമാണ് ഇത് എന്ന് നമുക്കെല്ലാം അറിയാം. എന്നാൽ ആ പ്രാർത്ഥനയെക്കുറിച്ച് അതിലെ ഒരു ആത്മീക സത്യം മാത്രം ഇന്ന് ഉണർത്തിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇവിടെ പല കാര്യങ്ങൾ അതിന്റെ മുഖപുര പറഞ്ഞപ്പോഴൊക്കെ ഓർത്ത പോലെ സാത്താന്യ സൈന്യം ചുറ്റി വളയുമ്പോൾ ദൈവീക കരുതൽ അനുഭവിച്ച് നമുക്ക് ജീവിക്കുവാൻ ഇടയായിത്തീരുന്നു എന്നുള്ളത് എത്രയോ ഭാഗ്യമാണ്. അപ്പോൾ നാം ആ ചിന്ത നമുക്കിന്ന് പങ്കുവെക്കാം. അതിന്റെ 26-ാം വളരെ വേഗത്തിൽ അതിന്റെ 26-ാമത്തെ അധ്യായത്തിന്റെ 38-ാം വാക്യം അതിലിങ്ങനെയാണ് വായിക്കുന്നത്: എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു, ഇവിടെ താമസിച്ച് എന്നോടുകൂടെ ഉണർന്നിരിപ്പിൻ എന്ന് അവരോട് പറഞ്ഞു.
കർത്താവിന്റെ ആ ലാവണ്യ വാക്കുകളിൽ കേട്ട ആ ഒരു ശബ്ദമായിരുന്നു അത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നോടുകൂടെ ഉണർന്നിരിപ്പിൻ, എന്നോടുകൂടെ ഉണർന്നിരിപ്പിൻ. എന്തായിരുന്നു കർത്താവ് അവിടെ 3 തവണ പ്രാർത്ഥിക്കുവാനായി കടന്നുപോയ സന്ദർഭം എന്താണ്? ആ പ്രാർത്ഥന എന്തായിരുന്നു എന്ന് നമുക്കറിയാം. പിതാവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്നാണ് അവിടെ പറയുന്നത്. അവിടെ പലരും തെറ്റിദ്ധരിച്ചു പറയാറുണ്ട് ഇത് ക്രൂശുമരണം നീങ്ങിപ്പോകണമെന്നാണ്. ഒരിക്കലും കർത്താവ് ക്രൂശുമരണം നീങ്ങിപ്പോകണം എന്ന് ആഗ്രഹിച്ചിട്ടില്ല. അങ്ങനെയുമല്ല ഈ വാക്കുകൾ പറഞ്ഞത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കാരണം കർത്താവ് എന്തിനാ ഭൂമിയിലേക്ക് വന്നത്? ഈ ക്രൂശുമരണത്തിന് വേണ്ടിയാ വന്നത്. എന്താണ് കർത്താവിന്റെ ഈ ഭൂമിയിലേക്ക് വന്ന ഈ കർത്താവിന്റെ ദൗത്യം എന്തായിരുന്നു? ഈ ഗത്സമനിലെ പ്രാർത്ഥന കഴിഞ്ഞ് കർത്താവ് പോകുന്ന ആ ദൗത്യം എന്താണ്? മനുഷ്യവർഗത്തിന്റെ പാപത്തിനായിട്ട് ജീവനെ കൊടുക്കുക എന്നുള്ളതായിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും. രണ്ടാമത് ചിന്തിക്കുമ്പോൾ പാപം പോക്കി ജനത്തെ തന്റെ മക്കളാക്കി തീർക്കുക എന്നുള്ള ആ വലിയ ദൗത്യത്തിന് വേണ്ടിയാണ് കർത്താവ് പുറപ്പെടുന്നത്. അതിനു മുമ്പുള്ളതാണ് ഈ പ്രാർത്ഥന. അതേക്കുറിച്ച് എല്ലാം പറയുവാനായിട്ട് കഴിയുകയില്ല. എന്നാൽ കർത്താവ് പ്രാർത്ഥിച്ചത് എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ പാപത്തോട് സമരസപ്പെടാൻ കഴിയാത്ത തൃത്വത്തിൽ രണ്ടാമനായ പുത്രൻ ആ പാപം ചുമക്കുന്നതിനുള്ള, ആ പാപത്തോടുള്ള ആ ദൈവത്തിന്റെ ശത്രുത്വം എത്ര വലുതാണ് എന്ന് കർത്താവിന്റെ ആ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആ സന്ദർഭം ഒന്നാമത് ശിഷ്യന്മാരോട് ഒരിടത്ത് ഇരിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് പത്രോസിനെയും സെബദി പുത്രന്മാർ ഇരുവരെയും കൂട്ടിക്കൊണ്ട് പോയിട്ട് അവരെ മറ്റൊരിടത്ത് ഇരുത്തിയിട്ട് മുന്നോട്ട് പോയിട്ടാണ് കർത്താവ് പ്രാർത്ഥിക്കുന്നത് 3 തവണ. അനേക കാര്യങ്ങളുണ്ട്. അത് ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിലും മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ അവിടെ പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് പറയുന്നത്, ഇവിടെ താമസിച്ച് എന്നോടുകൂടെ ഉണർന്നിരിപ്പിൻ, എന്നോടുകൂടെ ഉണർന്നിരിപ്പിൻ. അതാണ് കർത്താവിന്റെ വാക്കുകൾ. കർത്താവ് വലിയ ദൗത്യത്തിന്, മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാര യാഗത്തിനു വേണ്ടി, ആ രക്ഷണ്യ പ്രവർത്തിക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ കർത്താവ് തയ്യാറെടുക്കുകയാണ്. എന്തുകൊണ്ടാണ് അവരോടത് പറയുന്നത്? അത് പിന്നീട് അവരുടെ ഉറക്കം കണ്ടിട്ട് വന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട്. 41-ാം വാക്യത്തിൽ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ എന്നവിടെ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പിന്നെ ആ ആദ്യത്തെ പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങി വന്ന് പിന്നെയും 2 തവണ പോയി പ്രാർത്ഥിച്ചു. ഒടുവിൽ വന്ന് നാഴിക അടുത്തു, ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഉറങ്ങി ആശ്വസിച്ചു കൊള്ളുവാൻ ശിഷ്യന്മാരോട് പറയുകയാണ്. അവിടുത്തെ ദൗത്യം എന്താണ് എന്ന് ചോദിച്ചാൽ, കർത്താവ് വലിയൊരു ദൗത്യത്തിന് വേണ്ടി ആ പ്രാർത്ഥന നടത്തിയത് നമുക്കറിയാം. ആ പ്രാർത്ഥന കഴിയുമ്പോൾ, 3-ാമത്തെ പ്രാർത്ഥനയും കഴിയുമ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ വായിക്കുന്നത് ദൂതൻ വന്ന് കർത്താവിനെ, യേശുക്രിസ്തുവിനെ ശക്തിപ്പെടുത്തി എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇവിടെ ശിഷ്യന്മാരോട് പറയുന്നു, എന്നോടുകൂടെ ഉണർന്നിരിപ്പിൻ. ആ വലിയൊരു ദൗത്യത്തിന് കർത്താവിന് സഹായികളായിട്ട് ഉണർന്നിരുന്ന്, രണ്ടാമത് പറയുന്നത് എന്താണ്? പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. ഉണർന്നിരിക്കണം എന്നുള്ളതാണ് വലിയൊരു ദൗത്യമാണ്, മനുഷ്യവർഗത്തിന്റെ പാപപരിഹാരം എന്ന ദൗത്യം. അപ്പോൾ ശിഷ്യന്മാരായി തീർന്നവർ ഉണർന്നിരിക്കണം എന്നുള്ള വലിയ കാര്യമാണ് കർത്താവ് പറയുന്നത്. എന്തുകൊണ്ട് ഉണർന്നിരിക്കണം? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരിക്കണം. കർത്താവ് മറ്റൊരു കാര്യം കൂടെ അവിടെ പറഞ്ഞു, ആത്മാവ് ഒരുക്കമുള്ളത്, ജഡം ബലഹീനം എന്നവിടെ രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിന്റെ ആത്മീക അർത്ഥം എന്താണ്? ദൈവമക്കളായ കർത്താവിന്റെ ക്രൂശ് മരണത്താൽ വിശ്വസിച്ച് ദൈവമക്കളായി തീർന്ന നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? ഉണർന്നിരിക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഉണർന്നിരിക്കണം? ശിഷ്യന്മാരെ പോലെ നാം തളർച്ചയുള്ളവരായി ഉറങ്ങിപ്പോകുവാനാണ് സാധ്യതയുണ്ട്. കർത്താവിന് അതറിയാം. ഉറങ്ങി കടമകൾ ചെയ്യാത്തവരായി പോകരുത്. അതുകൊണ്ടാണ് കർത്താവ് ആ ശബ്ദം നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ആ വാക്കുകൾ നമുക്ക് നൽകുന്ന സന്ദേശം, ഉണർന്നിരുന്ന് കർത്താവിന്റെ ശബ്ദം, എന്നോടുകൂടെ ഉണർന്നിരിപ്പിൻ. ഇന്ന് കർത്താവ് ഇവിടെ ആത്മീകമായി നമ്മോട് കൂടെ ഉണ്ട്, ആക്ഷരികമായി ഇല്ല. എന്നാൽ ആത്മീകമായുള്ള കർത്താവിനോടുകൂടെ നാം ഉണർന്നിരിക്കണം. എന്തുകൊണ്ട് ഉണർന്നിരിക്കണം? 3 കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. കർത്താവ്, നമുക്ക് വലിയൊരു ദൗത്യമുണ്ട്. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഒരുങ്ങുന്നത്? നമുക്കിവിടെ ഒരു ഒരുക്കമുണ്ട്. ഗെത്സമന ആ ക്രൂശിലേക്ക് പോകുവാൻ കർത്താവിന് ഒരു ഒരുക്കമുണ്ടായിരുന്നു. ആ ഒരുക്കത്തിന്റെ ഭാഗമാണ് ഗെത്സമനയിൽ കർത്താവ് പ്രാർത്ഥനയ്ക്കായിട്ട് വന്ന സന്ദർഭം. അതുപോലെ നമ്മുടെ ഈ ക്രിസ്തീയ ജീവിതം, രക്ഷിക്കപ്പെട്ട നമ്മുടെ ക്രിസ്തീയ ജീവിതം ഒരു ഒരുക്കമാണ്. എന്തിന്റെ ഒരുക്കമാ? നിത്യജീവനിൽ കടന്ന് ആശ്വസിക്കുവാനുള്ള ഒരുക്കമാണ്. ഈ ജീവിതത്തിൽ കർത്താവിനോട് ചേർന്ന് നമ്മൾ ഉണർന്നിരിക്കണം. എന്താണ്?
നിത്യതയിൽ കടക്കുക എന്ന ദൗത്യം പൂർണ്ണ നിലയിൽ സഫലമായി ആയിത്തീരേണ്ടത് ആവശ്യമാണ്. അതിന് 3 കാര്യങ്ങൾ പെട്ടെന്ന് ഓർപ്പിക്കാം. ദൈവവചനം പുതിയ നിയമത്തിൽ ഓർപ്പിക്കുകയാണ്. ഒന്നാമത്, ഇവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു? പത്രോസും സെബദി പുത്രന്മാരും. പത്രോസ് തന്നെ പിന്നീട് അത് വളരെ വ്യക്തമായിട്ട് തന്റെ ലേഖനത്തിലൂടെ രേഖപ്പെടുത്തിയാണ്. 1 പത്രോസ് 5-ാം അധ്യായം 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നത്, നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞു ചുറ്റി നടക്കുന്നു. ഉണർന്നിരിപ്പിൻ. പിശാച് കെണിയിൽപ്പെടുത്തുവാൻ ചുറ്റി നടക്കുകയാണ്. ഉണർന്നിരിക്കണം. ദൈവമക്കൾ, ഈ ക്രിസ്തീയ ജീവിതമാകുന്ന യാത്രയിൽ ആ നിത്യതയെന്ന ആ നിത്യതയിലെ നിത്യജീവൻ എന്ന ദൗത്യം സബലീകരിക്കുവാനായിട്ട് ജീവിതം നമുക്ക് നയിക്കുന്ന നാം ഉണർന്നിരിക്കണം. എന്തുകൊണ്ട് ഉണർന്നിരിക്കണം? പിശാചിന്റെ കെണിയിൽ വീഴാതിരിപ്പാൻ ഉണർന്നിരിക്കണം. ഒന്നാമത്, പിശാചിന്റെ കെണിയിൽ വീഴാതിരിപ്പാൻ ഉണർന്നിരിക്കണം. പൗലോസ് പറഞ്ഞിട്ടുണ്ട് 1 കൊരിന്ത്യർ 16-13-14 വാക്യങ്ങളിൽ, ഉണർന്നിരിപ്പിൻ, വിശ്വാസത്തിൽ നിലനിൽപ്പിൻ, പുരുഷത്വം കാണിപ്പിൻ, ശക്തിപ്പെടുവിൻ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവിൻ. അവിടെയും പറയുന്ന ഉണർന്നിരിക്കുക. എന്തുകൊണ്ട് ഉണർന്നിരിക്കണം? ആ വിശ്വാസത്തിൽ നിലനിൽക്കുവാനായിട്ട് ഒരു ഉണർന്നിരിക്കേണ്ടത് ആവശ്യമാണ് എന്ന് അവിടെ പറയുകയാണ്. മാത്രമല്ല, പുരുഷത്വം കാണിപ്പിൻ. എന്ത് പുരുഷത്വമാ? ആത്മീക പുരുഷത്വം. ആത്മീക പുരുഷത്വം എന്ന് പറഞ്ഞാൽ ആത്മീക ജീവിതത്തിന്റെ ആ ധന്യത വെളിപ്പെടുത്തുന്ന, ആ ശക്തി വെളിപ്പെടുത്തുന്ന, അതുകൊണ്ടാണ് അവിടെ പുരുഷത്വം എന്ന് കാണിക്കുന്നത്. ആ നിലയിൽ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? രണ്ടാമത്തെ കാര്യം ഇതാണ്, വിശ്വാസത്തിൽ നിലനിൽക്കാനും ആത്മീക പുരുഷത്വം കാണിക്കാനും ദൈവമക്കൾ എന്ത് ചെയ്യണം? ഉണർന്നിരിക്കണം. ഇനി 3-ാമത്തെ കാര്യം, അത് പൗലോസ് തന്നെ കൊരിന്ത്യർക്ക് 1 ലേഖനം 15-ാം അധ്യായം 34-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, നീതിക്ക് നിർമ്മതരായി ഉണർന്നിരിക്കണം, പാപം ചെയ്യാതിരിക്കണം. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നിർമ്മതരായി ഉണർന്നിരിക്കണം, പാപം ചെയ്യാതിരിക്കണം. പാപം ചെയ്യാതെ നീതിയോടെ ജീവിക്കേണ്ടതിന്, ഭയമില്ലാതെ ജീവിക്കേണ്ടതിന് എന്ത് ചെയ്യണം? ഉണർന്നിരിക്കണം. ദൈവത്തിന് സ്തോത്രം. അപ്പോ അവിടെ കർത്താവ് പറഞ്ഞു ശിഷ്യന്മാരോട്, നിങ്ങൾ ഉണർന്നിരിക്കണം. അവർ തളർന്നുപോയി, ഉറങ്ങിപ്പോയി. ദൈവത്തിന് സ്തോത്രം. നമ്മോടും ആ വചനം പറയുന്നത് എന്താണ്? ഉണർന്നിരിക്കണം. എന്തിനു വേണ്ടിയൊക്കെ ഉണർന്നിരിക്കണം? പിശാചിന്റെ കെണിയിൽ വീഴാതിരിപ്പാൻ ഉണർന്നിരിക്കണം. ഈ കാലഘട്ടം ഒന്ന് പരിശോധിച്ചേ പ്രിയപ്പെട്ടവരെ. വിശ്വാസികളെ നശിപ്പിക്കുവാൻ അലറുന്ന സിംഹം പോലെ നടക്കുന്ന പിശാച്. ചുറ്റും പ്രതികൂലങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, സുവിശേഷ വിരോധം, ആരാധന, സ്വാതന്ത്ര്യമില്ലാത്ത അനുഭവം, അങ്ങനെ അത് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യണം? ഈ പിശാചിന്റെ കെണിയിൽ വീഴാതിരിപ്പാൻ ഭക്തിയോടും ഭയത്തോടും കൂടെ ജീവിക്കുവാൻ ഉണർന്നിരിക്കണം. 2-ാമത്തെ കാര്യം, വിശ്വാസത്തിൽ നിലനിൽക്കണം. വിശ്വാസം ഓരോ നിമിഷവും ഓരോ പടി ഉയരുവാനിടയായിത്തീരണം, ഒരു പടി പോലും താഴുവാനിടയായിത്തീരരുത്. ആത്മീയ പുരുഷത്വം കാണിച്ചുകൊണ്ട് ഉണർന്നിരിക്കണം. കർത്താവിന് വേണ്ടി ശക്തിപ്പെട്ട് നിലനിൽക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ ഉണർന്നിരിക്കണം. 3-ാമത്, പാപം ചെയ്യാതെ നീതിയോടെ ജീവിച്ച് ധന്യമായ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ നമ്മൾ ഉണർന്നിരിക്കണം. അതാണ് നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സന്തോഷത്തോടുകൂടെ നമ്മുടെ ദൗത്യത്തിന്റെ ആ നിത്യത എന്ന ആ ദൗത്യത്തിലേക്ക് നമുക്ക് കടന്ന് കർത്താവിൽ സന്തോഷിക്കുവാനായിട്ട് നമുക്ക് ഇടയായിത്തീരും. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഗാനങ്ങളൊക്കെ കേട്ട് നാം ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, പാടി ആസ്വദിക്കുമ്പോൾ, പാടി ആശ്വസിക്കുമ്പോൾ, പാടി ദൈവത്തിന് മഹത്വം കരയേറ്റുമ്പോൾ, പാടി അനേകമായ സ്തോത്രങ്ങൾ ദൈവത്തിന് അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓർക്കുക, നമ്മുടെ ജീവിതം ദൈവത്തിനു വേണ്ടി നിലനിൽക്കേണ്ടതാണ്. നമുക്ക് വലിയൊരു ദൗത്യം തന്നിട്ടുണ്ട്. വിശുദ്ധിയോടുകൂടെ ആ നിത്യതയിലേക്ക് പ്രവേശിക്കുവാനുള്ള ദൗത്യം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ മുമ്പിലുള്ള പ്രതികൂലങ്ങളെ കണ്ടുകൊണ്ട് ഉണർന്നിരിക്കേണ്ടത് നമുക്ക് ആവശ്യമാണ്. ആത്മാവിന്റെ ഒരുക്കം എപ്പോഴും നമുക്ക് ആവശ്യമാണ്. ജഡം ബലഹീനമാണ്. ജഡം പലപ്പോഴും നമ്മളെ തളർത്തിയെന്ന് വരാം, നമുക്ക് പ്രതികൂലങ്ങളിലേക്ക് നമ്മളെ നയിച്ചുവെന്ന് വരാം. പക്ഷേ ആത്മാവ് നമുക്ക് വേണ്ടി ഒരുക്കമുള്ളതാണ്. ആ നിലയിൽ ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവകൃപയിൽ ജീവിപ്പാൻ ദൈവം ധാരാളമായ കൃപ നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ഒരു അവസരം നൽകിയ പ്രിയപ്പെട്ടവരോട്, പ്രത്യേകിച്ച് എന്റെ പ്രിയരായ ജോണച്ചായനോടും അതുപോലെ റിജോയോടുമുള്ള നന്ദി, സ്നേഹവും ഞാൻ രേഖപ്പെടുത്തുന്നു. ദൈവതിരുനാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. താങ്ക് യു വെരി മച്ച് ബ്രദർ. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ ഉന്നതമായ ഒരു ആത്മീയ ദർശനം ഉണ്ടാകുവാൻ മതിയായ വചനം നൽകിയതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. ഉണർന്നിരിക്കണം എന്നുള്ളത് ഏത് കാലഘട്ടത്തിലും നമുക്ക് വളരെ അത്യാവശ്യമായ ഒരു അനുഭവമായിരിക്കണം. അത് ഓർപ്പിച്ചുണർത്തുവാൻ കിട്ടുന്ന സമയമെല്ലാം നാം ഉപയോഗിക്കണം. കർത്താവിന്റെ ദാസനും ആ നിലയിൽ നമ്മെ ഓർപ്പിച്ചുണർത്തുവാൻ
ഇടയായി തീർന്നു. അതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രിയ സഹോദരനെയും കുടുംബത്തെയും അവിടെയുള്ള സ്ഥലം സഭയെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ധാരാളമായി സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. കേട്ട വചനത്തിനായി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. അത് നമ്മുടെ ജീവിതാനുഭവമായി തീർക്കാം. ദൈവമായ കർത്താവ് നമ്മെ അതിനെ സഹായിക്കുമാറാകട്ടെ. ഇനി അടുത്തതായിട്ട് നാം കേൾക്കുവാൻ പോകുന്ന ഗാനം എനിക്ക് യേശു മതി ഈ മരുവിൽ എന്ന മനോഹരമായ ഒരു ഗാനമാണ്. അത് നമുക്കായി ആലപിക്കുന്നത് ചെന്നൈയിൽ നിന്ന് പ്രിയ സഹോദരി റൂബിൾ ജോബിയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ മാറാരോഗത്തിലും തീരാ ശോകത്തിലും മനമുരുകിടുന്ന നേരത്തും ആ അന്ധകാരത്തിലേക്ക് ആശ്വാസവും ആശ്രയവുമായി വരും എന്ന വലിയ പ്രത്യാശയോടെ നമ്മുടെ പ്രിയ അച്ചായൻ, പ്രിയ കർത്താവിന്റെ ദാസൻ CM എബ്രഹാം പാടുകയാണ്. ദീർഘനാൾ രോഗിയായി കിടപ്പിലായിരുന്ന തന്റെ സഹധർമ്മിണിയെ ഈ ഗാനം പലപ്പോഴും പാടി കേൾപ്പിച്ച് ആശ്വസിപ്പിക്കാൻ ഇടയായിട്ടുണ്ട് എന്നൊരിക്കൽ അദ്ദേഹം പറയുവാനിടയായി. നമ്മുടെ ജീവിതത്തിലും വലിയ ആശ്വാസവും വിശ്വാസത്തിൽ ഉറപ്പും ഉള്ളവരായിട്ട് തീരുവാൻ ഈ ഗാനം കേൾവി നമ്മെ സഹായിക്കട്ടെ. ഇപ്പോൾ ഈ ഗാനം ആലപിക്കുവാനായിട്ട് പ്രിയ സഹോദരി റൂബിൾ ജോബിയെ ക്ഷണിച്ചുകൊള്ളുന്നു. കർത്താവ് പ്രിയ സഹോദരിയെ സഹായിക്കുമാറാകട്ടെ. മാറാരോഗത്തിൽ തീരശോകത്തിൽ മനമുരുകിടുന്ന നേരത്തിൽ, മാറാരോഗത്തിൽ തീരശോകത്തിൽ മനമുരുകിടുന്ന നേരത്തിൽ വരുമാശ്വാസമായി എന്നും ആശ്രയമായി നിൽക്കുമിരുൾ പാതയിൽ ഒളിയായി, വരുമാശ്വാസമായി എന്നും ആശ്രയമായി നിൽക്കുമിരുൾ പാതയിൽ ഒളിയായി. എനിക്ക് യേശു മതി മരുവിൽ, അവൻ മരുവിടും എന്നരികിൽ,
വരികിൽ തുണയാരുളിടും വൻവിനകൾ വരികിൽ കർത്താവായുലകിൽ മിത്രമായരികിൽ യേശു മാത്രമാണരികിൽ. കർത്താവായുലകിൽ മിത്രമായരികിൽ യേശു മാത്രമാണരികിൽ. എന്നെ താങ്ങിടുവാൻ ബലം നൽകിടുവാൻ അവൻ മതി ജയമായി വാഴുവാൻ. എന്നെ താങ്ങിടുവാൻ ബലം നൽകിടുവാൻ അവൻ മതി ജയമായി വാഴുവാൻ. എനിക്ക് യേശു മതി മരുവിൽ അവൻ മരുവിടും നിന്നരികിൽ തുണയാരുളിടും വൻവിനകൾ വരികിൽ തുണയാരുളിടും വൻവിനകൾ വരികിൽ. എന്നെ നോക്കുവാൻ എന്നെ കേൾക്കുവാൻ എന്റെ ആവശ്യങ്ങൾ അറിവാൻ. എന്നെ നോക്കുവാൻ എന്നെ കേൾക്കുവാൻ എന്റെ ആവശ്യങ്ങൾ അറിവാൻ. സ്വർഗം തുറന്നിരിക്കും ദൂതർ കാവലിരിക്കും എന്റെ ഭാവി തന്നിൽ ഇരിക്കും. സ്വർഗം തുറന്നിരിക്കും ദൂതർ കാവലിരിക്കും എന്റെ ഭാവി തന്നിൽ ഇരിക്കും. എനിക്ക് യേശു മതി മരുവിൽ അവൻ മരുവിടും നിന്നരികിൽ തുണയാരുളിടും വൻവിനകൾ വരികിൽ തുണയാരുളിടും വൻവിനകൾ വരികിൽ. ആമേൻ. താങ്ക് യു വെരി മച്ച് സിസ്റ്റർ. വളരെ നന്നായി ആലപിച്ച ആ ഗാനം നമുക്കും ആശ്വാസവും പ്രത്യാശയും ഉളവാക്കുന്നതായി തീരട്ടെ. ഗാനം ആലപിച്ച പ്രിയ സഹോദരിക്ക് നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇനി ധാരാളം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ പാടുവാൻ കർത്താവ് ധാരാളമായ കൃപ നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇനിയും അയർലൻഡിൽ നിന്ന് പ്രിയ സഹോദരി അനിമ ജസ്റ്റിൻ നമുക്ക് വേണ്ടി ഒരു ഗാനം ആലപിക്കുന്നു. യേശുവേ നീ എൻ കരം പിടിക്കയാൽ എന്നുള്ള ഗാനം. നരയ്ക്കുവോളം ചുമക്കാം മരിക്കുവോളം കരുതിടാം എന്നരുളി ചെയ്ത നല്ല കർത്താവിൽ ഞാൻ എന്നും ചാരിടും എന്ന പ്രിയ CM അബ്രഹാം സഹോദരന്റെ സമർപ്പണ ഗാനമാണിത്. ഈ ഗാനം നമുക്കും സമർപ്പണമായിരിക്കട്ടെ. ഈ ഗാനത്തിന്റെ അടികൾ നാം കേൾക്കുമ്പോൾ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും കർത്താവിന്റെ ഇഷ്ടത്തിന് പൂർണ്ണമായി വിധേയപ്പെടുത്തുകയും ഒരു നാളും കൈവിടാത്ത നമ്മുടെ കർത്താവിൽ പൂർണ്ണ ആശ്രയം വയ്ക്കുകയും ചെയ്യാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രിയ സഹോദരി അനിമ ജസ്റ്റിൻ ഇപ്പോൾ നമുക്ക് വേണ്ടി ഗാനം ആരംഭിക്കുന്നു. പ്രിയ സഹോദരിയെ ക്ഷണിക്കും. Praise the Lord.
താങ്ക് യു വെരി മച്ച് സിസ്റ്റർ. വളരെ നന്നായി മനോഹരമായ ഗാനം ആലപിക്കുവാനിടയായല്ലോ. ദൈവത്തിന് സ്തോത്രം. മരയ്ക്കുവോളം നമ്മെ ചുമക്കാം, ഒരു നാളും കൈവിടുകയില്ല എന്ന് വാക്കു പറഞ്ഞ നല്ല കർത്താവ്. ആ കർത്താവ് ആശ്രയിക്കാം, നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവമായ കർത്താവ് അതിന് നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. ഗാനം ആലപിച്ച പ്രിയ സഹോദരിയോടുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ദൈവം വരുന്ന ദിവസങ്ങളിലും ധാരാളം ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുവാൻ, കർത്താവിന്റെ മഹത്വത്തിനു വേണ്ടി പാടുവാൻ പ്രിയ സഹോദരിക്ക് അവസരവും സാധ്യതയും നൽകട്ടെ, കൃപ നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അടുത്ത ഗാനം നാം ആലപിക്കുന്നത് യേശു മഹോന്നതൻ ഉന്നതത്തിൽ എന്ന് തുടങ്ങുന്നതാണ്. ആ ഗാനം ചെന്നൈയിൽ നിന്ന് പ്രിയ സഹോദരി ലിറ്റി ബെൻ നമുക്ക് വേണ്ടി ആലപിക്കുന്നു. ശത്രുക്കളായിരുന്ന നമ്മെ തന്റെ പുത്രന്മാരാക്കുവാൻ ക്രൂശിൽ മരിച്ചുയർത്തെഴുന്നേറ്റ വാഴ്ത്തപ്പെട്ട കർത്താവിനെ വാഴ്ത്തി സ്തുതിക്കുവാൻ പാട്ടുകാരൻ നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. ആ ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ട് നമുക്കും പാടാം യേശു മഹോന്നതൻ ഉന്നതത്തിൽ. പ്രിയ സഹോദരി ലിറ്റി ബെൻ നമുക്ക് വേണ്ടി ആലപിക്കുന്നു. പ്രിയ സഹോദരിയെ ക്ഷണിക്കുന്നു. Praise the Lord.
സിസ്റ്റർ, മാത്രമല്ല കീബോർഡ് വായിച്ച് വയലിൻ വായിച്ച് സഹായിച്ച സഹോദരനും സഹോദരിക്കും എല്ലാവർക്കും കർത്താവിന്റെ ധന്യനാമത്തിൽ നന്ദി അറിയിക്കുന്നു. വളരെ മനോഹരമായ ഗാനം ആലപിക്കുവാൻ നമ്മുടെ മനസ്സിന് വളരെ ആശ്വാസവും സന്തോഷവും ഉണ്ടാകുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. വരുന്ന ദിവസങ്ങളിലും അനേക ഗാനങ്ങൾ ആലപിക്കുവാനുള്ള അവസരവും സാധ്യതയും അതിനുള്ള വലിയ കൃപയും വലിയവനായ കർത്താവ് നൽകി നിങ്ങളെ കുടുംബമായിട്ട് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. കർത്താവിന് സ്തോത്രം. ഈ സഹോദരിയോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഈ പ്രാവശ്യത്തെ നമ്മളുടെ ഈ ഗാനസന്ധ്യയുടെ അവസാനത്തെ ഗാനത്തിലേക്കാണ് നാം വന്നിരിക്കുന്നത്. ഈ ഗാനം നാം അവസാനമായി പാടുന്നുവെങ്കിലും പ്രിയ കർത്താവിന്റെ ദാസൻ CM എബ്രഹാം ആദ്യമായി രചിച്ച ഒരു പാട്ടാണ് ഇത്. ആ പാട്ട് സൗദിയിലായിരുന്ന സമയത്ത് സൗദി സഭയിൽ അത് പാടുകയും അതുപോലെയുള്ള മറ്റ് ചില പാട്ടുകൾ ചേർത്ത് ചെറിയാൻ സാറിന്റെ മക്കൾ ജെയിംസ് ചെറിയാനും ജോൺസൺ ചെറിയാനും ഒക്കെ പാടി അത് കാസറ്റിലാക്കുകയും 500ഓളം കാസറ്റുകൾ അന്ന് ആ നിലയിൽ രൂപപ്പെടുത്തിയെടുക്കുകയും ചെയ്ത പ്രത്യേകമായ അനുഭവം ഈ ഗാനങ്ങളോട് ബന്ധപ്പെട്ടുണ്ട്. കർത്താവിന്റെ ദാസനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത്രയും മനോഹരമായിരിക്കുന്ന ആശ്വാസം നൽകുന്ന ഗാനങ്ങൾ രചിക്കുവാൻ ഇടയായല്ലോ. ദൈവത്തിന് സ്തോത്രം. ഈ താൻ രചിച്ച ആദ്യത്തെ ഗാനം മഹോന്നതനാം യേശുവേ എന്നുള്ള ആ ഗാനം നമുക്ക് ഓർക്കാം, പാടാം. മഹത്വപൂർണനായ ദൈവത്തോട് സമനായ പാപികളെ രക്ഷിക്കുവാൻ ക്രൂശിൽ മരിച്ചുയർത്തെഴുന്നേറ്റ യേശു കർത്താവിനെ ഞാൻ ഓർത്തു പാടും എന്ന് ഗാനരചയിതാവ് ആയ സഹോദരൻ CM എബ്രഹാം പാടി കർത്താവിനെ സ്തുതിക്കുകയാണ്. അദ്ദേഹത്തോട് ചേർന്ന് ഇപ്പോൾ പ്രിയ റിജോയ് കെ ജോൺ ഈ ഗാനം നമുക്ക് വേണ്ടി ആലപിക്കുന്നതായിരിക്കും. പ്രിയ റിജോയെ ഈ ഗാന ആലപനത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. യാഗമാ
കർത്താവ് സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം നമുക്ക് കേൾക്കുവാൻ ഇടയായല്ലോ. ദൈവത്തിന് സ്തോത്രം. റിജോയ് എൻ്റെ ഇളയ മകനാണ്. മിക്കവാറും എല്ലാവർക്കും അറിയാം എന്ന് വിചാരിക്കുന്നു. കർത്താവിൻ്റെ വേലയിൽ പല നിലകളിൽ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. റിജോയിയെ ഓർത്ത് എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് ഓർപ്പിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. ഗാനങ്ങൾ ആലപിച്ച എല്ലാവരും നല്ല രീതിയിൽ നന്നായി ഗാനങ്ങൾ ആലപിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അവരെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവർക്കൊക്കെ കർത്താവിൻ്റെ ധന്യനാമത്തിൽ നന്ദി അറിയിക്കുന്നു. കർത്താവ് സഹായിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ ദിവസം സജീവ് മാത്യു മെൽബൻ, ജോന ബിജോയ് ബഹറിൻ, ജോൺസ് തമ്പാൻ ന്യൂജേഴ്സി, സഹോദരൻ സാലിൻ വർഗീസ് ന്യൂയോർക്ക്, പ്രിയ സഹോദരൻ ഷിബു ജോസ് ഉടമൽപ്പെട്ട്, പ്രിയ ജോല ബിജോയ് ബഹറിൻ, പ്രിയ സഹോദരി റൂബിൽ ജോബി ചെന്നൈ, പ്രിയ സഹോദരി അനീമ ജസ്റ്റിൻ അയർലൻഡ്, പ്രിയ സഹോദരി ലെറ്റി ബെൻ ചെന്നൈ, റിജോയ് കെ ജോൺ തളിപ്പറമ്പ് എന്നിവർക്കുള്ള നന്ദി പ്രത്യേകമായി കർത്താവിൻ്റെ ധന്യനാമത്തിൽ അറിയിക്കുന്നു. കർത്താവ് പ്രിയപ്പെട്ടവരെ ഇനിയും സഹായിക്കുകയും അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ വരും ദിവസങ്ങൾ പാടി കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുത്തുവാൻ അനേകർക്ക് ആത്മീയ പ്രയോജനവും ഉണ്ടാകുവാൻ ഇടയാകട്ടെ. ദൈവം അവരെ എടുത്ത് പ്രത്യേകമായി ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗാനങ്ങൾ ആലപിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും ഉള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പ്രത്യേകിച്ച് വചന ശുശ്രൂഷ ചെയ്ത കർത്താവിൻ്റെ ദാസൻ പ്രിയ ശ്രീകുമാർ കരിക്കലിനോടുള്ള നന്ദി ഹൃദയംഗമായി അറിയിക്കുന്നു. ആവശ്യമായിരിക്കുന്ന വചനം അല്പം ചില നിമിഷങ്ങൾ കൊണ്ട് നമ്മെ ഉത്ബോധിപ്പിക്കുവാൻ, നമ്മളെ പ്രചോദനത്തിലേക്ക് നടത്തുവാൻ ഇടയായി തീർന്നു. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി വരുന്ന ദിവസങ്ങൾ സഹായിക്കുകയും കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ ഇടയാകുകയും ചെയ്യട്ടെ എന്ന് ഓർക്കുന്നു, ആശംസിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. പ്രിയ കർത്താവിൻ്റെ ദാസൻ CM അബ്രഹാമിന്റെ സാക്ഷ്യം വളരെ ചുരുക്കമായിട്ട് നമുക്ക് കേൾക്കുവാൻ ഇടയായി. കർത്താവിൻ്റെ ദാസൻ ജോലിയോടുള്ള ബന്ധത്തിൽ അനേക സ്ഥലങ്ങളിലായിരിക്കാനും അവിടെയൊക്കെ ആത്മീയ ചിന്തയോടുകൂടെ മുന്നോട്ട് പോകുവാനും ഗാനങ്ങൾ ആലപിക്കണം, ഗാനങ്ങൾ എഴുതണം എന്നുള്ള ആഗ്രഹം തനിക്കുണ്ടാകുകയും അതിന് പരിശുദ്ധാത്മ പ്രേരണ ലഭിക്കുകയും അങ്ങനെ ആത്മാവിന്റെ സഹായത്താൽ 28 ഗാനങ്ങൾ തനിക്ക് രചിക്കുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. അതിൽ 10 ഗാനങ്ങളാണ് നാം ഇന്ന് ഈ സന്ധ്യാ സമയത്ത് ആലപിക്കുവാൻ ഇടയായി തീർന്നത്. പ്രിയ കർത്താവിൻ്റെ ദാസനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കർത്താവ് തന്നെ ഇത്രത്തോളം ഉപയോഗിച്ചതിൽ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കർത്താവ് സഹായിക്കട്ടെ. ധാരാളമായ ദൈവകൃപ നൽകട്ടെ. നാം ഓർത്തതുപോലെ പ്രിയ സഹോദരി, പ്രിയ സഹധർമ്മിണി കർത്താവിൻ്റെ സന്നിധിയിലാണ്. പ്രിയപ്പെട്ടവൻ തനിയെ തൻ്റെ ഭവനത്തിലായിരിക്കുന്നു. മക്കൾ വിദേശത്താണ്. പ്രിയപ്പെട്ടവനെ നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കാം. ദൈവം ധാരാളമായി സഹായിക്കട്ടെ. തനിക്ക് വളരെ വേദനയോടെ താൻ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ നാളുകളിൽ തനിക്ക് ഗാനങ്ങളൊന്നും എഴുതുവാൻ കഴിയുന്നില്ല. അതിനുള്ള കൃപ തനിക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, അഥവാ കിട്ടുന്നില്ല എന്നുള്ള പരിതാപം തനിക്കുണ്ട്. കർത്താവ് തനിക്ക് ആവശ്യമായ കൃപ നൽകട്ടെ. കർത്താവ് കൊടുത്ത കൃപയ്ക്കനുസരിച്ച് നന്നായി പ്രവർത്തിച്ചു. അതിൻ്റെ പ്രതിഫലം കർത്താവ് നൽകും. അധികമായിട്ട് കർത്താവ് നൽകുന്നെങ്കിൽ അത് ബോണസാണ്. അത് കർത്താവിൻ്റെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ നമുക്ക് മുന്നോട്ട് പോകാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വളരെ വർഷങ്ങളായി ഈ സൂം മീറ്റിംഗ്, ഈ പ്രോഗ്രാം നടന്നു വരികയാണ്. പെർത്തില് കർത്താവിൻ്റെ ദാസൻ ജോൺ ചെറിയാനും കുടുംബവും മുൻകൈ എടുത്തും താല്പര്യപ്പെട്ടും ആരംഭിച്ച സൂം മീറ്റിംഗിന്റെ ഒരു ഭാഗമാണ് എല്ലാ മാസത്തിന്റെയും അവസാനത്തെ ശനിയാഴ്ച വൈകുന്നേരം ഉള്ള ഈ ഗാന പ്രോഗ്രാം. അത് വളരെ അനുഗ്രഹമായി കഴിഞ്ഞ വർഷങ്ങളിൽ നടക്കുവാൻ ഇടയായി തീർന്നു. അനേക ഗാനങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ അനേക ദൈവദാസന്മാരെ പാടുവാൻ, അനേകർക്കത് പ്രയോജനകരമായി തീരുവാൻ കർത്താവിന്റെ നാമം മഹത്വപ്പെടുവാൻ ഇടയായി തീർന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ജോൺ ചെറിയാനോടും കുടുംബത്തോടുമുള്ള നന്ദി ഈ തരുണത്തിൽ അറിയിക്കുന്നു. അതോടൊപ്പം പ്രിയ റിജോയ് അവരുടെ പ്രവർത്തനങ്ങൾ ആയി ശലോം ഗോസ്പൽ മിനിസ്ട്രി എന്ന നിലയിലും ഈ പ്രവർത്തനങ്ങളിൽ അവർ ഒരുമിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. റിജോയോടും
ശാലോം ഗോസ്ബൽ മിനിസ്ട്രീസിനോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുകയാണ്. ഈ സൂം മീറ്റിങ്ങുകളുടെ ഒരു ഭാഗമാണ് ഇത് എന്ന് പറയുവാനിടയായല്ലോ. വളരെ പ്രധാനപ്പെട്ട ശുശ്രൂഷകൾ വേറെ നടക്കുന്നുണ്ട്. വ്യാഴാഴ്ച തോറും വൈകുന്നേരം 5:30 മുതൽ 7 മണി വരെയുള്ള സമയം സഹോദരിമാർക്കായിട്ടുള്ള ഒരു കൂടിവരവുണ്ട്. വളരെ അനുഗ്രഹമായി അനേക സഹോദരിമാർ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും അവരെ പാടുന്നു, വചനം ശുശ്രൂഷിക്കുന്നു, സങ്കീർത്തന ധ്യാനം ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വളരെ ആത്മീയ പ്രചോദനം ചെയ്യുന്ന ഒരു കൂടിവരവായിട്ട് അത് തുടരുന്നുണ്ട്. അനേക വർഷങ്ങളായി തുടരുന്നതാണ്. അതുപോലെയാണ് ശനിയാഴ്ച, എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 6 മണി മുതൽ 7:30 വരെ ഒരു കൂട്ടായ്മ യോഗം എന്നുള്ള നിലയിൽ, ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ എന്നുള്ള നിലയിൽ നടന്നു വരുന്നുണ്ട്. അതൊക്കെ വളരെ സന്തോഷകരമായി നടക്കുന്നു. എല്ലാ ദിവസവും ഞായറാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 മുതൽ 7 മണി വരെ അരമണിക്കൂർ ബൈബിൾ സ്റ്റഡി നടക്കുന്നു. ദൈവവചനം ക്രമീകൃതമായിട്ട് പഠിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. ഈ ദിവസങ്ങളിൽ തെസ്സലോനിക്ക ലേഖനമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള വലിയ പ്രത്യാശ നിർഭരമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ പഠിക്കുവാനായിട്ട് കഴിയുന്നു. ഇതെല്ലാം ഇതേ ലിങ്കിലാണ്, ഒരു ലിങ്കിലാണ് ഇത് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഈ കൂടിവരവുകളിലെല്ലാം സംബന്ധിക്കുവാനായിട്ട് സ്വാതന്ത്ര്യമുണ്ട്. അവരെ എല്ലാവരെയും ക്ഷണിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും ആ നിലയിൽ ഈ മീറ്റിംഗിൽ കൂടി വരികയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യണം എന്ന് ഓർപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ നിലയിൽ ഈ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് നമ്മെ ജയോത്സവമായി നടത്തുന്ന വലിയവനായ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് സകല സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. വരുന്ന ദിവസങ്ങളിലും നമ്മെ കൂടുതലായി അനുഗ്രഹിക്കട്ടെ, ധാരാളമായ ദൈവകൃപ നൽകി നമ്മെ നിലനിർത്തട്ടെ എന്ന് നമുക്ക് ഓർക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. സകല മാനവും മഹത്വവും നമ്മുടെ കർത്താവിന്റെ പാദപീഠത്തിൽ അർപ്പിക്കാം. എല്ലാവർക്കും, ഇന്ന് കൂടി വന്ന എല്ലാവർക്കും കർത്താവിന്റെ ധന്യനാമത്തിൽ നന്ദി അറിയിക്കുന്നു. അനേകര് ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരെല്ലാം ഈ ഗാനങ്ങളൊക്കെ കേട്ട് സന്തോഷിക്കുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ധാരാളമായ ദൈവകൃപ അവർക്ക് നൽകുമാറാകട്ടെ, സഹായിക്കട്ടെ. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഈ മീറ്റിംഗ് അവസാനിപ്പിക്കുകയാണ്. പാലാരിവട്ടത്ത് സ്ഥലം സഭയിലെ മൂപ്പന്മാരിൽ ഒരാളായ പ്രിയ കർത്തദാസൻ ജേക്കബ് വെട്ടിമറ്റം പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഇപ്പോൾ നമ്മുടെ ഈ മീറ്റിംഗ് അവസാനിപ്പിക്കുന്നതായിരിക്കും. പ്രിയ സഹോദരനെ പ്രാർത്ഥനയ്ക്കായി ക്ഷണിക്കുന്നു. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഈ സമയത്ത് അവിടുത്തെ സന്നിധിയിലിരിപ്പാൻ തക്കോണം, അവിടുത്തെ സംഗീതം ആസ്വദിപ്പാൻ തക്കോണം ഞങ്ങൾക്ക് ഇടയാക്കി തീർത്ത എല്ലാ കൃപയ്ക്കായി സ്തോത്രം. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കൂടി വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ, സാക്ഷ്യങ്ങൾ കേൾപ്പാൻ ഒക്കെയും അവിടുന്ന് അവസരങ്ങളെ തന്ന എല്ലാ കൃപയ്ക്കായി ഞങ്ങൾ സ്തുതിക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കർത്താവേ, ഇങ്ങനെയുള്ള കാര്യങ്ങളും പ്ലാറ്റ്ഫോമൊക്കെ ഒരുക്കിയ ആ പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ സ്തുതിക്കുകയാണ്. പെർത്തിലെ ഇന്ത്യൻ ക്രിസ്ത്യൻ മിനിസ്ട്രീസിൻ്റെയും ശാലേം ഗോസ്ബൽ മിനിസ്ട്രീസിൻ്റെയും പ്രവർത്തനങ്ങൾ ഒന്നായി കൂടിച്ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇങ്ങനെ സൗകര്യങ്ങളും സാവകാശങ്ങളും ഒരുക്കിയ എല്ലാ കൃപയ്ക്കായിട്ട് സ്തോത്രം. ഇന്ന് പാടിയ ഗാനങ്ങളൊക്കെയും സഹോദരൻ CM എബ്രഹാം രചിച്ചതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു. അനേകരെ പ്രത്യാശ ഉണർത്തുന്നതും അനേകം ജീവിതങ്ങളിൽ സന്താനങ്ങളിൽ ഓരോ ആവശ്യങ്ങളിലൊക്കെയും തക്ക സമയത്ത് ആവശ്യമായിരിക്കുന്ന കൃപകളൊക്കെ നൽകി ഓരോരുത്തരെയും ബലപ്പെടുത്തുന്ന എല്ലാ കൃപയ്ക്കായി ഞങ്ങൾ എന്നെ സ്തുതിക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, CM എബ്രഹാം സഹോദരന്റെ സാക്ഷ്യം കേൾപ്പാൻ തക്കവണ്ണം താൻ തനിച്ച് പാർക്കുന്നു. വാർദ്ധക്യത്തിലും ബലക്ഷയിക്കുമ്പോൾ ഉപേക്ഷിക്കാത്ത കർത്താവ് പ്രിയപ്പെട്ടവരോടും കൂടെ എന്ന് ബലപ്പെടുത്തുന്ന എല്ലാ കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഫലമേൽപ്പിക്കാതെ ദാസനെ അവിടുന്ന് ഏകാന്തയുടെ നാളുകളിൽ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിപ്പാൻ തക്കവണ്ണം എല്ലാ സമയങ്ങളിലും അവിടുന്ന് കാസൂക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇമ്മാനുവേലായ യേശു നമ്മോട് കൂടി ഉണ്ട് എന്നുള്ളതും പാപികളെ രക്ഷിപ്പാൻ ഭൂമിയിലേക്ക് വന്ന് ഞങ്ങളെ വീണ്ടെടുത്ത ദൈവമക്കളാക്കി തീർത്തു എന്നുള്ള കാര്യങ്ങൾ കേൾപ്പാൻ തക്കവണ്ണം ഇടയാക്കി തീർത്ത എല്ലാ കൃപയ്ക്കായിട്ട് സ്തോത്രം. ആകാശത്തേരതിൽ നീ എത്രയും വേഗം വരും എന്നുള്ള പ്രത്യാശ ഞങ്ങൾക്ക് തന്നിട്ടുള്ളതായിട്ട് ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. അതിനുശേഷം കർത്താവ് പ്രിയ സഹോദരന്റെ സാക്ഷ്യം കേൾപ്പാൻ മനസ്സിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ അവിടുന്ന് കൃപ തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വിശ്വാസത്തിൽ ഉറച്ച് ഉണർന്നിരുന്ന് വിശ്വാസത്തിൽ ഇടന്നുകൊണ്ട് നിർമ്മതരായി കർത്താവിനെ സ്നേഹിച്ചും സേവിച്ചും പാപം കൂടാതെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട്
ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളൊക്കെ പ്രാപ്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എനിക്ക് യേശുണ്ട് ഈ മരുവിൽ നിന്ന് പാടി ഞങ്ങൾക്ക് സന്തോഷിപ്പാൻ തക്കവണ്ണം ഇടയാക്കുന്നത് എല്ലാ കൃപയ്ക്കായിട്ട് സ്തോത്രം. നീ കരം പിടിച്ചാണ് ഞങ്ങളെ നടത്തുന്നത്. ഞങ്ങളെ കരം പിടിക്കുമ്പോൾ ഞങ്ങളെ തള്ളിക്കളയാവണം. ഞങ്ങളുടെ വഴികൾ കൂടെ നടക്കുന്ന കർത്താവിനായി സ്തോത്രം ചെയ്യുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നു. നരയ്ക്കോളം ചുമക്കാവെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവിന്റെ മഹത്വമാർന്ന നാളുകൾ കഴിപ്പാൻ തക്കവണ്ണം ഞങ്ങളൊക്കെ പ്രാപ്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. മഹോദരനാമ യേശുവിനും കർത്താവിന് എല്ലാ നന്ദിയും സ്തോത്രം അർപ്പിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ഇടയാക്കുന്നത് എല്ലാ കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. തുടർന്നും സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. സഹോദരൻ ജോൺ ചെറിയാനും കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. തനിക്ക് കൊടുത്തിരിക്കുന്ന ആ കാഴ്ചപ്പാടുകൾക്കായി സ്തോത്രം. തുടർന്നും ശുശ്രൂഷ നിർഭംഗം തുടരുവാൻ തക്കവണ്ണം ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ ലീഡ് ചെയ്യുവാൻ തക്കവണ്ണം പ്രിയ KM ജോണിന് കൊടുത്ത എല്ലാ കൃപയ്ക്കായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട കാര്യങ്ങൾ കേൾപ്പാൻ തക്കവണ്ണം വചനം പഠിപ്പിക്കുവാൻ തക്കവണ്ണം ആവശ്യമായ കൃപ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ സ്തുതിക്കുന്നു. അതുപോലെ റിജോയ് ജോണിന് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ആശ്വാസം കൊണ്ടും സമാധാനം കൊണ്ടും ആരോഗ്യം കൊണ്ടും പ്രിയപ്പെട്ടവനെ സഹായിക്കുകയും ചെയ്യുന്ന ശുശ്രൂഷകളൊക്കെ മാനിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഗാനങ്ങൾ ആലപിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരറിയിക്കപ്പെട്ട നിലയിൽ പാട്ടുകൾ പാടി ഞങ്ങൾക്ക് സന്തോഷിപ്പാൻ തക്ക ഉണ്ടാക്കി വരും ദിവസങ്ങളിലൊക്കെയും കർത്താവിന് അവരാൻ താമസിക്കുന്നെങ്കിൽ വരും നാളുകളിലൊക്കെയും കർത്താവിനെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും പാട്ടുകൾ പാടി ഞങ്ങൾക്കൊക്കെ ആസ്വാദ്യമാക്കി തീർക്കുവാൻ തക്കവണ്ണം ഇടയാക്കി തീർക്കണമെന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എല്ലാം നമ്മളാണ് നിറച്ചനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഞങ്ങൾ ഇപ്പോൾ വിവിധ രാജ്യത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ കൂടിയിരുന്ന ലോകത്തിന്റെ പല ഭാഗങ്ങളിലിരുന്ന് ഈ പാട്ടുകൾ കേൾപ്പാനൊക്കെയും അവിടുത്തെ അവസരങ്ങൾ ഒരുക്കി തന്ന എല്ലാ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, നീ താമസം വരുമെന്നുള്ള ആ പ്രത്യാശയെ പുതുക്കിക്കൊണ്ട് ഓരോ ദിവസവും ഞങ്ങൾക്ക് ജീവിപ്പാൻ ആവശ്യം എല്ലാ സ്വർഗീയ കൃപയും ഞങ്ങൾക്ക് ധാരാളമായി തന്നെ ഞങ്ങളെ സഹായിക്കുകയും കൃപയാ നിറയ്ക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിന് മഹോന്നതനായിരിക്കുന്ന യേശുവിന് സകല മാനവും മഹത്വവും ഒക്കെ ഞങ്ങൾ അർപ്പിക്കുകയാണ്. അവിടുത്തെ ശ്രദ്ധ വെച്ച് കേൾക്കുന്ന ദൈവമാകിയ സ്തോത്രം. ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങളൊക്കെയും അവിടുത്തെ സന്നിധിയോട് ശ്രദ്ധ വെച്ച് കേട്ടുവതിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. കർത്താവെ, കേൾക്കുന്ന ദൈവമാകിയ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കൂടെ ഇരിക്കുകയും ഇനി കാണുന്നവരെയും ചെറിയ മടക്കുകയും സമാധാനത്തെ നിറയ്ക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ആ ജീവൻ വെച്ച യേശു കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും സംഗീതം ആലപിച്ചവരുടെ പേരും ഈ ചുമതല എല്ലാ പ്രിയപ്പെട്ടവരുടെ പേരും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. ആമേൻ.